അപ്പോൾ നമ്മൾ ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മെറ്റാബോളിസം. മെറ്റാബോളിസം എന്നുള്ളത് വാക്ക് നമ്മൾ കേട്ടുണ്ടോ? ഹലോ, മെറ്റാബോളിസം മലയാളം എങ്ങനെ? മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ മലയാളം ടെസ്റ്റിൽ നമ്മുടെ മെറ്റാബോളിസം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കെമിക്കൽ പ്രോസസ്സുകളും. നമ്മുടെ ശരീരത്തില് ഇഷ്ടംപോലെ കെമിക്കൽ പ്രോസസ്സ് നടക്കുമല്ലേ. ഇപ്പൊ ദഹനം, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഗ്ലാൻഡുകളൊക്കെ ഓരോ ഹോർമോൺസ് നിർമ്മിക്കുന്നുണ്ടല്ലേ. അപ്പൊ ഈ എല്ലാ കെമിക്കൽ ആക്ടിവിറ്റീസും എല്ലാത്തിനെയും കൂടെ ഒരുമിച്ച് പറയുന്ന വാക്കാണ് ഈ മെറ്റാബോളിസം. ഉപാപചയ പ്രവർത്തനങ്ങൾ കേട്ടോ, ഉപാപചയ പ്രവർത്തനം എന്ന് പറയാൻ പറ്റും. അതാണ് സംഭവം. അപ്പൊ നമുക്ക് മെറ്റാബോളിസത്തിനെ കുറിച്ച് പഠിക്കാം. പിന്നെ എന്താണ് ആന്തര പരിസ്ഥിതി സമസ്ഥിതിയും, അതായത് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയും. നമ്മുടെ ഇപ്പൊ ശരീരത്തില് നമ്മുടെ ഒരു നോർമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അറിയാവോ? 72 ഡിഗ്രിയാണ്. ഈ 72ഓ? അല്ലല്ല, ഓക്കെ, അത് കുഴപ്പമില്ല. 37 ആയിരുന്നു കേട്ടോ, 37. 72 ആയ ഡിം കേട്ടോ. അപ്പൊ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ 37 ഡിഗ്രിയാണ്. അപ്പോ അതിൽ കൂടിക്കഴിഞ്ഞാലാണ് നമുക്ക് ഈ ഫീവർ എന്ന് പറയുന്ന ഈ അവസ്ഥയാവുന്നത്. പനിച്ച് വിറച്ച് കിടക്കുമല്ലോ. പിന്നെ നമുക്ക് നോക്കാനുള്ള പ്ലാസ്മ സ്തരം, അതായത് നമ്മുടെ കോശസ്തരം. കോശസ്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, അറിയാവോ? അതായത് കോശത്തിനുള്ളിലെ ദ്രവ്യം അല്ലല്ല, കോശത്തിനുള്ളിലെ ദ്രവ്യമല്ല, നമ്മുടെ കോശത്തിന്റെ ബോർഡർ ആയിട്ട് വരുന്ന ആ ഒരു മെമ്പറൈൻ, അതിനെയാണ് നമ്മൾ പ്ലാസ്മ സ്തരം എന്ന് പറയുന്നത്. ആരോ ജോയിൻ ആയോ ഇപ്പം? ഓക്കെ. അപ്പോ ആ പ്ലാസ്മ സ്തരം എന്ന് പറയുന്നത് നമ്മുടെ കോശത്തിന്റെ ബൗണ്ടറിയാണ് കേട്ടോ. കോശത്തിന്റെ ആ ഒരു വോളാണ്. സെൽ വോൾ എന്ന് പറയുന്നത് എന്തുവാണ്? കോശഭിത്തി എന്ന് പറയുന്നത് എന്തുവാണ്? അത് നമുക്കുണ്ടോ? നമുക്ക് മൃഗങ്ങൾക്കുണ്ടോ സെൽ വോള്? അതെ 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 അതെ, സസ്യകോശങ്ങൾക്കും ഉണ്ട്. പിന്നെ ഫംഗസ് ഉണ്ട്. ഫംഗസ് എന്ന് പറയുന്ന അറിയാലോ, ഫംഗസ് നമ്മുടെ കൂണുകള്. കുമിളുകൾക്കും ഇതുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാല് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് ആണ്. പിന്നെ ഈ സസ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് സേവനങ്ങൾ നൽകുന്നത്, പിന്നെ ഈ സസ്യങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ ചാപ്റ്റർ ആദ്യം തുടങ്ങുന്നത് തന്നെ ഈ കുറച്ച് ശാസ്ത്രജ്ഞന്മാര് ആർട്ടിഫിഷ്യലായിട്ട് ജീവൻ ഉണ്ടാക്കിയ കാര്യം പറഞ്ഞുകൊണ്ട്. അപ്പൊ ജീവൻ നമുക്കറിയാം അല്ലേ, ജീവനെ എവിടെ നിന്നാണ് ഈ ഉരുത്തിരിയുന്നത്? ഓൾറെഡി ഉള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ ജീവൻ ഉണ്ടാകുന്നത്. നമ്മൾ സെൽ തിയറി അറിയാവോ? കേട്ടുണ്ടോ സെൽ തിയറി? അത് നമുക്ക് ഇതിനകത്ത് നോക്കാനില്ല, പറഞ്ഞതേ ഉള്ളൂ. സെൽ തിയറി എന്ന് പറയുമ്പോൾ പുതിയൊരു ജീവൻ, കോശങ്ങൾ ഉണ്ടാകുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, അവിടെ തന്നെ ഉണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നേ പുതിയത് ഉടലെടുക്കത്തുള്ളെന്ന സെൽ തിയറി പറയുന്നത്. പിന്നെ ആ സെൽ തിയറി തന്നെ പറയുന്ന മറ്റ് 2 പോയിന്റുകളാണ്: എല്ലാ സസ്യശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണ്, അതുപോലെ തന്നെ എല്ലാ മൃഗങ്ങളുടെ ശരീരവും കോശങ്ങളാൽ നിർമ്മിതമാണെന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് നോക്കുന്ന പറഞ്ഞാല് ഈ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞത്, കണ്ടുപിടിച്ചതല്ല, ഇവര് നിർമ്മിച്ചെടുത്തത്, ആർട്ടിഫിഷ്യലായിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ചെടുത്തത് ഈക്കോളൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. ഈക്കോളൈ നമ്മൾ എപ്പോഴും കേൾക്കുന്നേ അല്ലേ, ഈക്കോളൈ ബാക്ടീരിയ. എവിടാണ് കേൾക്കുന്നത്? കുടലിൽ ജീവിക്കുന്ന, അങ്ങനല്ലേ? അതെ, നമ്മുടെ കുടലിൽ ജീവിക്കുന്ന ബാക്ടീരിയ. അപ്പം നമുക്ക് ഈ ബാക്ടീരിയകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും. എന്താണെന്നറിയാമോ? അവിടെ മാലിന്യം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാണ്? ഈ
ഹോട്ടലുകളൊക്കെ എപ്പോഴും പൂട്ടുന്ന കാണത്തില്ലേ, പെട്ടെന്ന് പൂട്ടിപ്പോവും. കാരണം ഇവര് വെള്ളം ടെസ്റ്റ് ചെയ്യും. ഫുഡ് ഇൻസ്പെക്ടർമാര് വെള്ളമൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കോളയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ മാലിന്യം ഉണ്ടെന്ന, മനുഷ്യ വിസർജ്യം കലർന്നിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് മാത്രമല്ല, നമ്മുടെ കുടിവെള്ളം, കിണറ്റിലെ കുടിവെള്ളമൊക്കെ ഇതുപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ ഈ കോളയുടെ പ്രസൻസ് സാധാരണയായിട്ട് കാണുന്ന വെള്ളത്തിലൊക്കെ വരും. പക്ഷെ ഒരളവിൽ കൂടുതൽ വരുമ്പോ എന്താണ്, നമുക്കും അസുഖം ബാധിക്കും. അപ്പോ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇതിനകത്ത് പറയുന്നത് വേറൊന്നുമില്ല. ഈ കോളെ ബാക്ടീരിയ തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരെന്ത് കൃത്രിമമായിട്ട്, ആർട്ടിഫിഷ്യലായിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ചെടുത്തത്. അപ്പൊ നമ്മള് ഒരു വസ്തുവിന് ജീവൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ജീവൻ ഉണ്ടെന്ന് പറയാന് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് പറയുന്നത്? ഇപ്പൊ നമുക്ക് ശ്വസനം. അതെ, നമ്മൾ ശ്വസനം ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ചലനമുണ്ട് അല്ലെ, പ്രതികരണമുണ്ട്, പിന്നെ വളർച്ചയുണ്ട്, പിന്നെ റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം തന്നെ ജീവനുള്ളവയെ ഇതൊക്കെ ചെയ്യത്തുള്ളൂ, ഈ ഒരു ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കത്തുള്ളൂ. അപ്പോ നമ്മുടെ ജീവന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, അതായത് ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് സെൽ അല്ലെങ്കിൽ കോശമാണെന്ന് അറിയാമല്ലോ നമുക്ക്. നമ്മള് ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ പലതരം കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാ അല്ലെ. ഏതൊക്കെ എക്സാമ്പിൾ പറയാമോ? നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ എന്തോ നാഡീകോശങ്ങള്, ന്യൂറോൺസ് അല്ലെ. പിന്നെന്താണ് ഓസ്റ്റിയോസൈറ്റ്, നമ്മുടെ പറഞ്ഞിട്ട് അതെ, രക്തകോശങ്ങളുണ്ട്, പലതരം രക്തകോശങ്ങളുണ്ട്. പിന്നെ നാഡീകോശം, ഗ്രന്ഥികോശങ്ങള്, മസിൽ, നമ്മുടെ അല്ലെ, മസിൽ ടിഷ്യൂസ് ഉണ്ട്, മസിൽ സെൽസ് ഉണ്ട്. അപ്പം ഈ എല്ലാ കോശങ്ങൾക്കും അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ എന്താണ്, അവർക്ക് എനർജി വേണം അല്ലെ. അപ്പോ പലതരം മോളിക്യൂൾസ് ആവശ്യമാണ്. അപ്പം ഏതാണ്, നമ്മള് കാർബണ്, ഹൈഡ്രജന്, ഓക്സിജൻ, അപ്പൊ ഇതെല്ലാം കൂടിച്ചേർന്ന് പലതരം തന്മാത്രകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അതില് മെയിൻ ആയിട്ട് നമ്മുടെ കോശങ്ങൾ എനർജിക്ക് ആശ്രയിക്കുന്നതാണ് കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡ്, പ്രോട്ടീന്. അപ്പൊ ഇതെല്ലാം തന്നെ എന്തുവാ, പലതരം കോമ്പിനേഷൻ വരുന്നതാ. ഈ കാർബണും ഹൈഡ്രജനും ഓക്സിജനും എല്ലാം പല കോമ്പിനേഷന് വരുന്നതാണ് ഈ പറയുന്ന ഈ മോളിക്യൂൾസ്, ബയോമോളിക്യൂൾസ് എന്നൊക്കെ നമ്മൾ വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കോശങ്ങൾക്ക് എനർജി വേണം അല്ലെ. അപ്പം നമ്മുടെ കോശങ്ങൾ ആശ്രയിക്കുന്ന മോളിക്യൂളുകളാണ് ഇത്, ഈ ബയോമോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോ ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അന്നജമൊക്കെ വരുന്നതാണ്. പിന്നെ പ്രോട്ടീൻ അറിയാലോ. പിന്നെ മാംസ്യങ്ങള്. അപ്പോ പിന്നെ വരുന്നത് ലിപ്പിഡ് എന്ന് പറയുമ്പോൾ കൊഴുപ്പ്. പിന്നെ ന്യൂക്ലിക് ആസിഡ് നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ. ഏതാണ്? DNA-യും RNA-യും. അതെ, ഈ DNA എന്ന് പറയുന്നത് നമ്മുടെ, അതായത് ഹയർ ഓർഗാനിസത്തിന്റെ ഒക്കെ ഒരു ജനിതക ഘടനയാണ് ഈ DNA എന്ന് പറയുന്നത്. അതേസമയം വൈറസ് ചില ബാക്ടീരിയകളൊക്കെ ആകുമ്പോൾ അത് RNA ആണ്. ഓക്കെ. അപ്പോ നമുക്ക് ബയോമോളിക്യൂൾ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് നമുക്ക് അങ്ങ് നോക്കാം. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അന്നജം അടങ്ങുന്ന സാധനങ്ങളാണ്. അപ്പം ഒന്നാമതായിട്ട് തന്നെ നമുക്ക് നോക്കാനുള്ളത് ഗ്ലൂക്കോസ്. അറിയാലോ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമുക്ക് എങ്ങനെയാ ഇരിക്കുന്നതെന്ന് അറിയാലോ. ഭയങ്കര നൈസ്, നമ്മുടെ കഴിക്കാനൊക്കെ കിട്ടുന്നത് ഇത് തന്നെയാണ് ഗ്ലൂക്കോസ്. പൊടിയായിട്ട് കിട്ടുമല്ലോ. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അപ്പൊ ഈ പെട്ടെന്ന് ലയിച്ചു പോകും. അപ്പൊ സത്യം പറഞ്ഞാല് ഈ ചെടികൾ ഗ്ലൂക്കോസ് ആണ് നിർമ്മിച്ചെടുക്കുന്നത് ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട്. പക്ഷേ ഇത് പെട്ടെന്ന് ചെടിയില് അറിയാലോ ഇഷ്ടംപോലെ ജലാംശം ഉണ്ട്. അപ്പൊ ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് അങ്ങ് ഇതായി പോവും, നശിച്ചു പോവും, അലിഞ്ഞങ്ങ് പോവും. അപ്പൊ അതുകൊണ്ട് ചെടികള് വേറെ രൂപങ്ങളിലോട്ട് ഇതിനെ മാറ്റിയാണ് സൂക്ഷിക്കുന്നത്. മനസ്സിലായോ?
അതെ. അപ്പോ അതിലൊരു രൂപമാണ് ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാരയാണ്. അത് എവിടാണ് കാണുന്നതെന്ന് അറിയാവോ? ഈ ഫ്രക്ടോസ് എവിടാണ് കാണുന്നതെന്ന് അറിയാവോ? ഫ്രക്ടോസ് കരിമ്പിലാണ്. അല്ല. ഫ്രക്ടോസ് കരിമ്പിലല്ല. പല പഴങ്ങളും അ- പഴങ്ങളില്. അതെ. പഴങ്ങളില് ശേഖരിച്ചു വെച്ചേക്കുന്ന ഒരു രൂപമാണ്, ഗ്ലൂക്കോസിന്റെ രൂപമാണ് ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത്. മധുരം തന്നെ. അതേസമയം അതെ. സൂക്രോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൂക്രോസ് ഈ പഞ്ചസാര എവിടെ ആയിരിക്കും കാണുന്നേ? എനിക്ക് സൂക്രോസ് ഇരിക്കുന്നത് കരിമ്പ്. കരിമ്പിൽ തന്നെ. കാരണം അതില് വേറെ രൂപത്തിലോട്ടൊന്നും മാറ്റാൻ പോകുന്നില്ല. ഈ സൂക്രോസ് ആയിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മള് പെട്ടെന്ന് വെട്ടിയെടുക്കും. കരിമ്പ് എളുപ്പമാണ് വെട്ടിയെടുത്ത് അത് പ്രോസസ്സ് ചെയ്യാൻ കൊണ്ടുപോവുക ചെയ്യുന്നത്. സൂക്രോസ് ആയിട്ടേ ഇരിക്കുന്നുള്ളൂ അതിനകത്ത്. ഓക്കെ. അപ്പൊ പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസ്, ഷുഗർ കെയിന് കരിമ്പിലെ പഞ്ചസാര സൂക്രോസ്. പിന്നെ വരുന്നത് ഏതാണ്? സ്റ്റാർച്ച്. അപ്പൊ ഈ സ്റ്റാർച്ച് എന്ന് പറയുമ്പോ എന്താണ്? ഈ നാരുകളാണ്. നാരല്ല. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം ഒക്കെ എന്താണ്? സ്റ്റാർച്ചാ. ഓക്കെ. അപ്പൊ ഈ സ്റ്റാർച്ച് എന്ന് പറയുന്നത് ആ രൂപത്തില് ഏതൊക്കെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെയാണ് കാണുന്നതെന്ന് അറിയാവോ? സ്റ്റാർച്ച് ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഉരുളക്കിഴങ്ങ് തന്നെ സ്റ്റാർച്ച് ആണ്. പിന്നെന്താണ്? നമ്മുടെ കപ്പ, പിന്നെന്താണ്? കാച്ചിൽ, മരച്ചീനി, പിന്നെ അല്ലാതുള്ള മധുരക്കിഴങ്ങ്, അതെല്ലാം സ്റ്റാർച്ച് ആണ് കേട്ടോ. സ്റ്റാർച്ച് ആയിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ വരുന്നത് ഒരു ഫോം എന്ന് പറഞ്ഞാൽ സെല്ലുലോസ് ആണ്. പക്ഷെ ഈ സെല്ലുലോസിന് അങ്ങനെ നമുക്ക് മധുരമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ചെടികളുടെ ശരീര നിർമ്മാണത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സെല്ലുലോസ്. അറിയാലോ, സെല്ലുലോസും കൊണ്ട് എന്തായിരിക്കും? ഒന്ന് പറയാവോ? സെല്ലുലോസും കൊണ്ട് എന്തായിരിക്കും ഈ ചെടികളിൽ നിർമ്മിച്ചേക്കുന്നത്? സസ്യകോശങ്ങളുടെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഈ കോശഭിത്തി. അതായത് സെൽ വോൾ ആണ് ഈ സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ 5 എണ്ണം നമ്മൾ പഠിച്ചല്ലോ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ അല്ലോ? അപ്പൊ ഇനി നമ്മൾ നോക്കാനുള്ള ലിപ്പിഡുകളാണ്. ലിപ്പിഡ് എന്ന് പറയുമ്പോൾ എണ്ണയും കൊഴുപ്പും ഒക്കെയാണ്. അപ്പൊ അറിയാലോ നമുക്ക്. ഇപ്പൊ നമ്മുടെ സൂര്യകാന്തി വിത്തില് എണ്ണ വെച്ചേക്കുന്നു അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ നെല്ലിന്റെ പതിരിനകത്തുണ്ട് എണ്ണ. നമ്മൾ ഈ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറഞ്ഞൊക്കെ എടുക്കുന്നത്. പക്ഷെ ആ കിട്ടുന്നതൊക്കെ അതിന് മാത്രം നെല്ലൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിരിക്കും. മായമില്ലയോ മൊത്തം? അതാ. അതിന് മാത്രം എവിടുന്ന് കിട്ടും ഈ പതിര്? പിന്നെന്താ? തവിടെണ്ണ അല്ലേ? തവിടെണ്ണ. പതിരും പൊട്ടെ, തവിടെണ്ണയാ. അറിയാതെ പറഞ്ഞു പോയി. പതിരല്ല കേട്ടോ. പതിര് അതിന്റെ ആ ഹസ്ക് എന്ന് പറയുന്ന സാധനം, അതിന്റെ തൊലിയല്ലേ നെല്ലിന്റെ. തവിടെണ്ണയാ, ആ ബ്രൗൺ നിറത്തിലുള്ള സാധനം. ഹലോ, അപ്പോള് കൊഴുപ്പായിട്ട് നമുക്ക് ഏത് പച്ചക്കറിയിലൊക്കെ കാണാം കൊഴുപ്പായിട്ട് വെച്ചേക്കുന്നത്? നമ്മുടെ ഇപ്പൊ ഏറ്റവും വിലയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാളികേരം ഇല്ലേ? നാളികേരത്തിൽ ഈ കൊഴുപ്പായിട്ടാണ് വെച്ചേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്താണ്? പ്രോട്ടീനുകളാണ്. ഈ പ്രോട്ടീന് നമുക്ക് എൻസൈം എന്ന് തരംതിരിക്കാം, ഹോർമോൺ എന്ന് തരംതിരിക്കാം, ആന്റിബോഡികൾ എന്നും തരംതിരിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രോട്ടീന് എൻസൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻസൈമിന്റെ ഡെഫിനിഷൻ എന്താണ്? പറയാവോ? എൻസൈം എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മളിപ്പോ കുറെ പേപ്പർ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുവോ? ഇച്ചിരി നനഞ്ഞ പേപ്പറാന്ന് വെച്ചോ. അപ്പൊ നമ്മള് ഈ കുറച്ച് പെട്രോളും കൂടെ അതിനകത്തോട്ട് അങ്ങ് ഒഴിച്ചിട്ട് കത്തിക്കുവാണെങ്കിൽ എന്തോ സംഭവിക്കും? ആളിക്കത്തും, പെട്ടെന്ന് കത്തിപ്പിടിക്കും. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, ആദ്യമേ പറഞ്ഞില്ലായിരുന്നോ കെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ടെന്ന്? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ കെമിക്കൽ പ്രോസസ്സുകളും ഒരുമിച്ച് പറയുന്ന വാക്കാണ് എന്ത്? മെറ്റാബോളിസം.
അതായത് എല്ലാ രാസപ്രവർത്തനങ്ങളെയും ഓക്കെ. ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന മെറ്റാബോളിസം. മെറ്റാബോളിസം. ഈ മെറ്റാബോളിസത്തിനെ തന്നെ ആ ഒരു പ്രോസസ്സിന്റെ സ്പീഡ് അങ്ങ് കൂട്ടുന്ന പ്രോട്ടീനുകളാണ് ഏത്? നമ്മുടെ എൻസൈം. നമ്മളിപ്പോ പെട്രോൾ ഒഴിച്ച് ആളെ കത്തിച്ച പോലെ ആ ഒരു രാസപ്രവർത്തനത്തിന്റെ സ്പീഡ് ഗണ്യമായിട്ട് കൂട്ടുന്ന പ്രവർത്തനമാണ് കൂട്ടുന്ന ആ ഒരു പ്രോട്ടീനുകളെയാണ് നമ്മൾ എൻസൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ മെറ്റാബോളിസത്തിനെ രണ്ടായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? ഈ തന്മാത്രകൾ, മോളിക്യൂൾസിനെ കൂട്ടിച്ചേർക്കുന്ന അനാബോളിസവും ആക്കാം, പിന്നെന്താ, തന്മാത്രകളെ മോളിക്യൂൾസിനെ വിഘടിപ്പിക്കുന്ന കാറ്റാബോളിസവും ആക്കാൻ പറ്റും. അപ്പൊ അനാബോളിസം എന്ന് പറഞ്ഞാല് ഒരുമിച്ച് ചേർക്കുന്നതാണ് കേട്ടോ, ഒരുമിച്ച് ചേർത്തെടുക്കുന്നതാണ് അനാബോളിസം. പുതിയൊരു മോളിക്യൂളിനെ സൃഷ്ടിക്കും. വിഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിഘടിപ്പിക്കുന്നത്, തന്മാത്രകളെ വിഘടിപ്പിക്കുന്ന ആ പ്രോസസ് ഏതാണ്? കാറ്റാബോളിസം എന്നാണ് പറയുന്നത് കേട്ടോ, കാറ്റാബോളിസം. പിന്നെ നമുക്ക് നോക്കാനുള്ള ഹോർമോണുകളെ കുറിച്ച് നോക്കാനുണ്ട് അല്ലെ? ഹോർമോണിന്റെ 2 എക്സാമ്പിൾ പറയാവോ? ഇൻസുലിൻ ഒക്കെ ഒരു ഹോർമോൺ. അതെ, ഇൻസുലിൻ ഒരു ഹോർമോണാണ്. വേറെ നമ്മുടെ ഗ്ലൂക്കോഗോൺ. അതെ, ഗ്ലൂക്കഗോൺ. പിന്നെ വേറെ ഏതെങ്കിലും ഒക്കെ അറിയാവോ? പറഞ്ഞോട്ടെ. ഇല്ല. നമ്മുടെ പുരുഷ ഹോർമോണുകൾ ടെസ്റ്റോസ്റ്റെറോൺ ഉണ്ട്. പിന്നെന്താണ്? ടെസ്റ്റോസ്റ്റെറോൺ. പിന്നെ സ്ത്രീകളുടെ ഹോർമോണ് ഈസ്ട്രജൻ. അതെ. അപ്പൊ ഈ ഹോർമോണുകൾ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റാബോളിസം ഉണ്ടല്ലോ, ഈ മെറ്റാബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുക, ഒരു നിയന്ത്രണ വിധേയമാക്കി വെക്കുന്ന ഒരു വസ്തുവാണ് ഈ ഹോർമോൺ എന്ന് പറയുന്നത്. റെഗുലേറ്റ് മെറ്റാബോളിസം എന്നാണ് അതിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അതിനെ നിയന്ത്രിക്കുന്നത്. പിന്നെ വരുന്നത് എന്താണ്? ആന്റിബോഡികളാണ്. ആന്റിബോഡികൾ എന്ന് പറയുമ്പോഴേ നമുക്കറിയാമല്ലോ എന്താണ് ആന്റിബോഡികൾ. നമുക്കിപ്പോ ഒരു അസുഖമൊക്കെ വരുമ്പോ നമ്മുടെ ശരീരത്തിൽ ഫോറിൻ ബോഡീസ്, ഈ ബാക്ടീരിയയോ വൈറസോ ഒക്കെ കയറുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വരും അല്ലേ? പ്രതിരോധം. അതാണ് ആ പ്രതിരോധം നൽകുന്ന ഒരു ഇതാണ് ആന്റിബോഡികൾ എന്ന് പറയുന്നത്. ഈ ആന്റിബോഡികൾ IgA, IgG, IgB അങ്ങനെ പല ടൈപ്പ് ഉണ്ട് ആന്റിബോഡികൾ. നമുക്ക് പിന്നീട് ഒരു സെക്ഷനിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ ബയോമോളിക്യൂളുകൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ന്യൂക്ലിക് ആസിഡ്, അടുത്ത ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജനിതക മെറ്റീരിയൽ ആണ്. അപ്പൊ DNA വരും, പിന്നെന്താണ്, RNA വരും. അതിൽ നമുക്കുള്ളത് DNA ആണ്. അതായത് ന്യൂക്ലിയസിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഔട്ടർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അത് എന്ത് തരം ഓർഗാനിസംസ് ആണ്, എന്ത് തരം ജന്തുക്കളാണെന്ന് പറയും? യുക്കാരിയോട്സ് ആണ് കേട്ടോ. യുക്കാരിയോട്ട് എന്ന് പറയുന്ന ജീവികളാണ് യുക്കാരിയോട്സ്. അപ്പൊ നമ്മൾ യുക്കാരിയോട്സ് ആണ്. അതുകൊണ്ട് നമ്മളുടെ ആ കോശമർമ്മത്തിന് കൃത്യമായിട്ട് നമുക്കൊരു മെംബ്രെയിൻ കാണാൻ പറ്റും. ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, ബാഹ്യസ്ഥലമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജീവികളുടെ അങ്ങനെ കൃത്യമായിട്ട് ന്യൂക്ലിയസ് ഉള്ള ജീവികളുടെ ഉള്ളില്, ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ കാണുന്നതാണ് ഈ DNA. ക്രൊമാറ്റിൻ ഫൈബേഴ്സ് എന്ന് പറയാം. അതിനകത്താണ് ഈ DNA ഇരിക്കുന്നത് ഇങ്ങനെ. ഓക്കെ. അപ്പൊ അതേസമയം ഈ RNA എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ്, കോശമർമ്മം കൃത്യമായിട്ട് കാണാൻ നമുക്ക് പറ്റത്തില്ല. എന്തൊക്കെയോ സാധനം കിടക്കുന്ന കാണാം അവിടെ. അതായത് ഇപ്പൊ നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഈ മുട്ടയുടെ മഞ്ഞക്കരു ഇല്ലേ, മുട്ടയുടെ മഞ്ഞക്കരു പൊട്ടാതെ നമ്മൾ പൊട്ടിച്ചൊഴിക്കുവാണെങ്കിൽ എങ്ങനെ അത് നമുക്ക് കാണാൻ പറ്റുമല്ലോ? പക്ക ഇങ്ങനെ യെല്ലോ, ഒരു ഹാഫ് റൗണ്ട് ആയിട്ട്, ഒരു ഹാഫ് സ്പിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും അല്ലേ? അത് ന്യൂക്ലിയസ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതല്ല, ഇത് പൊട്ടിപ്പോയെന്ന് വെച്ചോ, ഈ മഞ്ഞ പൊട്ടിപ്പോയെങ്കിൽ അവിടെ കിടക്കുന്ന ആ ഒരു വസ്തു ഉണ്ടല്ലോ, ന്യൂക്ലിയസ് ആവേണ്ടതായിരുന്നു, പക്ഷെ അവിടെ പൊട്ടിപ്പോകുമ്പോ എന്താ, സ്പ്രെഡ് ആയിട്ട് കിടക്കും. അപ്പൊ അതാണ് നമ്മള് പ്രൊക്കാരിയോട്ട് ഓർഗാനിസംസ് എന്ന് പറയും. ന്യൂക്ലിയസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല, ബൗണ്ടറി ഇല്ല അതിന്, പ്രൊക്കാരിയോട്ട് എന്ന് പറയാതെ. അപ്പൊ അങ്ങനെയുള്ള ജീവികളിലൊക്കെ കാണുന്ന ഈ
DNA കാണാം, RNA കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ വൈറസുകളിലാണ് കേട്ടോ, മെയിനായിട്ട് വൈറസുകളിലാണ് ഈ വൈറസ് RNA കാണുന്നത്. ഈ വൈറസിന്റെ പ്രത്യേകത എന്താണ്? ജീവനുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ജീവനുള്ളതിന് അതെ, ജീവനുള്ളതിനെ ഇത് പോയി അറ്റാക്ക് ചെയ്തിട്ട് ഇത് ഏതിനെയാണോ അറ്റാക്ക് ചെയ്യുന്നത് അതിന്റെ കോശങ്ങളുടെ ഈ കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്, DNA കോപ്പി ചെയ്യുന്ന മെക്കാനിസം ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് ഈ RNA അങ്ങ് റെപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് ഒത്തിരി അങ്ങ് ഈ RNA കോപ്പി ചെയ്ത് അങ്ങ് വിടും. അങ്ങനെ പുതിയ വൈറസുകളെ സൃഷ്ടിച്ചെടുക്കും. അതാ ഈ വൈറസിന്റെ പണി. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ആയല്ലോ. ഓക്കെ. ശരി, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരുന്നു അല്ലെ, മെറ്റാബോളിസം എന്ന് പറയുമ്പോൾ മൊത്തം നമ്മുടെ രാസപ്രവർത്തനങ്ങൾ അതിനെ രണ്ടായിട്ട് തിരിക്കാം. അനാബോളിസവും കാറ്റാബോളിസവും. അനാബോളിസത്തിൽ എന്താണ്? ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്ന പ്രക്രിയയാണ്. പിന്നെ വിഘടിപ്പിക്കുന്ന പ്രക്രിയ എന്താണ്? കാറ്റാബോളിസം ആണ്. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് നമുക്ക് അനാബോളിസത്തിന്റെ എക്സാമ്പിൾ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഫോട്ടോസിന്തസിസിനകത്ത് നമുക്ക് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. അതെ. അപ്പോ ഈ ഫോട്ടോസിന്തസിസിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഈ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, പിന്നെ എന്താണ്, വെള്ളമുണ്ട് അല്ലെ? ഇത് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ട് സൺലൈറ്റ്, സൂര്യപ്രകാശമുണ്ട്. പിന്നെ എന്തിന്റെ പ്രസൻസിലാണ്? ഏതിന്റെ പ്രസൻസ് വേണം? ഒരു സാധനം കൂടെ വേണം ശരിക്കും, നമ്മുടെ ഹരിതകം എ അല്ലേ? അതെ. അപ്പോ അതിന്റെ പ്രസൻസിൽ സൂര്യപ്രകാശം ഉള്ളപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഫോട്ടോസിന്തസിസ് നടന്നിട്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അപ്പൊ ഓർത്തോണം, വേറൊന്നും ഇല്ലായിരുന്ന സ്ഥലത്താണ് ഈ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും ഉപയോഗിച്ചിട്ട് ഈ ഗ്ലൂക്കോസ് നിർമ്മിച്ചെടുക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, അപ്പോ പിന്നെ നമുക്ക് നോക്കാനുള്ള എന്താണ്? കാറ്റാബോളിസത്തിന്റെ എക്സാമ്പിൾ ആണ് കാറ്റാബോളിസം എന്തായിരുന്നു? വിഘടിപ്പിച്ചെടുക്കുന്നതാണ് അല്ലെ? അപ്പോ അതിന്റെ ഉദാഹരണം നമുക്ക് ഇവിടെ നോക്കാനുള്ള പ്രോട്ടീന്റെ വിഘടനമാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, അമീനോ ആസിഡുകൾ തന്നെ അടുക്കി വെച്ചേക്കുന്നതാണ് ഈ പ്രോട്ടീൻ. അപ്പൊ ഈ പ്രോട്ടീനെ വിഘടിപ്പിച്ചെടുത്താൽ എന്താവും? അമീനോ ആസിഡ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ഉദാഹരണങ്ങൾ. നമ്മളെ എൻസൈമും ഹോർമോണും പറഞ്ഞിരുന്നു നേരത്തെ അല്ലെ? എൻസൈം എന്തായിരുന്നു? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അല്ലെ, സ്പീഡ് കൂട്ടുവാന്ന് സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈം. കണ്ടോ, മിക്ക എൻസൈമും പ്രോട്ടീൻ തന്നെയാണ്. അപ്പൊ അതിന്റെ ഈ ഒരു എക്സാമ്പിൾ, ഇതൊക്കെ നമുക്ക് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ, മിക്ക പരീക്ഷയിലും ഇതൊക്കെ വരും. സലൈവറി അമൈലേസ്, ഉമിനീരിൽ കാണപ്പെടുന്ന രാസാഗ്നി ഏതാണെന്ന് ഇഷ്ടം പോലെ പരീക്ഷ ചോദിച്ചിട്ടുള്ളയാ. അത് സലൈവറി അമൈലേസ് ആണ് കേട്ടോ. ഈ സലൈവറി അമൈലേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഈ ചോറൊക്കെ പച്ചക്ക് കഴിക്കുമ്പോ മധുരം തോന്നത്തില്ലേ? പച്ചക്ക് കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഒരു മധുരം തോന്നുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണെന്നറിയാവോ? ഈ സലൈവറി അമൈലേസ് നമ്മുടെ ചോറിലുള്ള അന്നജത്തിനെ ഗ്ലൂക്കോസിന്റെ തന്നെ മറ്റൊരു രൂപമായ മാൾട്ടോസ് എന്ന് പറയുന്ന രൂപത്തിലോട്ട് ആക്കുന്നത്. അപ്പൊ ഒരു പഞ്ചസാര തന്നെ അല്ലയോ അത്? അതുകൊണ്ടാണ് അതെ, മറ്റൊരു രൂപമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ മധുരം തോന്നുന്നത്. അപ്പൊ അതിന് സഹായിക്കുന്നതാണ് സലൈവറി അമൈലേസ്, മറക്കല്ലേ. പിന്നെ നമുക്ക് ആമാശയത്തില് നമ്മുടെ ദഹനത്തിന്, പ്രോട്ടീന്റെ ഒക്കെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് പെപ്സിൻ കേട്ടോ, പെപ്സിൻ. അപ്പൊ അതും നമ്മുടെ ഒരു ഉദാഹരണം തന്നെയാണ്. പിന്നെ ഇതേണ്ട എൻഡോക്രൈൻ ഗ്ലാൻഡ് കണ്ടോ, നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. അത് പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഏതുതരം ഗ്രന്ഥികളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്? ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തുവായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്.
ഈ എൻഡോക്രൈൻ ഗ്ലാൻസിന്റെ പ്രത്യേകത എന്താണ്? ഈ എൻഡോക്രൈൻ ഗ്ലാൻസ് അവ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു സെക്രീഷന് അല്ലെ ഹോർമോൺസ് അത് നമ്മുടെ രക്തത്തിലോട്ട് തന്നെയാണ് കലർത്തി വിടുന്നത്. അതേസമയം നമുക്ക് എക്സോക്രൈൻ ഉണ്ട്, ബാഹ്യസ്രാവി ഗ്രന്ഥികളുണ്ട്. ഈ ബാഹ്യസ്രാവി ഗ്രന്ഥികൾക്ക് ഉദാഹരണം ഏതെങ്കിലും പറയാവോ? അല്ലെങ്കിൽ ബഹിർസ്രാവി ഗ്രന്ഥികള്, ബഹിർസ്രാവി ഗ്രന്ഥികള് ഈ ബഹിർസ്രാവി ഗ്രന്ഥികൾക്ക് ഉദാഹരണമാണ് നമ്മുടെ കണ്ണുനീർ ഗ്രന്ഥി, ഉമിനീർ ഗ്രന്ഥി, പിന്നെന്താണ് വിയർപ്പ് ഗ്രന്ഥി. ഇതെല്ലാം നമ്മുടെ ബഹിർസ്രാവി ഗ്രന്ഥിയാണ്, അതായത് എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതിന്റെ ഈ സെക്രീഷന് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു അതിന്റെ എന്താണ് ആ ഒരു സെക്രീഷന് നമ്മുടെ ശരീരത്തിന്റെ വെളിയിലോട്ടാ വരുന്നത്, എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ. എൻഡോക്രൈൻ്റെ എന്ന് പറയുമ്പോൾ എന്തുവാ, നമ്മുടെ ഉള്ളിൽ തന്നെ രക്തത്തിലോട്ട് തന്നെയാണ് അത് കലർന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മുടെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണ്, സ്ത്രീ ഹോർമോണായ ഈസ്ട്രജന്, ഇതെല്ലാം തന്നെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ എങ്ങനെ കോശത്തിനുള്ളിൽ എത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആദ്യമായിട്ട് നമുക്ക് എക്സാമ്പിൾ തന്നേക്കുന്നത് അമീബയുടെ കാര്യമാണ്. ഈ അമീബ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഏകകോശ ജീവിയാണ് അല്ലെ, ഒരു ഏകകോശ ജീവിയാണ് ഈ അമീബ. അപ്പൊ ഈ അമീബ എങ്ങനെ ഫുഡ് എടുക്കുന്നത്, ആഹാരം എടുക്കുന്നത് എങ്ങനെയാണ് ഈ അമീബ ആഹാരം എടുക്കുന്നത്? എങ്ങനെയായിരിക്കും ഈ അമീബ ആഹാരം എടുക്കുന്നത്? ആദ്യമേ ഇതിന്റെ ശരീരത്തിന്റെ ഒരു സൈഡ് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യും, ഒന്ന് ഇങ്ങനെ നീട്ടും. ഈ ആഹാരത്തിന് അടുത്തോട്ട് നീട്ടിയിട്ട് എന്ത് സംഭവിക്കും? ഇതിനെ ഇങ്ങനെ വലയം ചെയ്ത് ഈ ആഹാര പദാർത്ഥത്തിനെ അതിന്റെ ഉള്ളിലോട്ട്, അതിന്റെ സൈറ്റോപ്ലാസത്തിലോട്ട് ഉള്ളിലോട്ട് കയറ്റിയിട്ട്, അപ്പൊ ഈ കൈ പോലെ നീണ്ടു പോകുന്ന ഈ ഭാഗത്തിന് നമ്മൾ പറയുന്നതാണ് എന്ത്, അറിയാവോ? സ്യൂഡോപോഡിയ എന്ന് പറയും കേട്ടോ, സ്യൂഡോപോഡിയ. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ കോശത്തിന്റെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ തന്നെ വെച്ച് ഈ ആഹാരത്തിനെ ദഹിപ്പിച്ചിട്ട് പിന്നെന്താണ്, ആ വേസ്റ്റ് ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ തന്നെ എന്താ പുറത്തോട്ട് കളയും. ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്, നമ്മുടെ ജന്തുക്കളുടെ കോശങ്ങളിൽ എങ്ങനെയാണ് ഈ സംഭവിക്കുന്നതെന്ന്. ജന്തുക്കളുടെ കോശത്തില് ഈ കോശങ്ങളുടെ ഇടയിൽ ഒരു ദ്രവമുണ്ട്, ബാഹ്യ കോശദ്രവം എന്നാണ് ഈ ദ്രവത്തിനെ പറയുന്നത്. അപ്പോ നമുക്ക് വേണ്ട പദാർത്ഥങ്ങൾ, നമ്മുടെ കോശത്തിന് എന്തൊക്കെ പദാർത്ഥങ്ങൾ വേണമായിരിക്കും? അപ്പം വെള്ളം വേണം അല്ലെ, വാട്ടർ വേണം, പിന്നെ ന്യൂട്രിയൻസ് വേണം അല്ലെ, മിനറൽസ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള വസ്തുക്കളെല്ലാം തന്നെ ചില മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് കോശത്തിന്റെ ഇടയിൽ ഈ ദ്രവത്തിലോട്ട്, ഏത് ബാഹ്യകോശ ദ്രവത്തിലോട്ട് വരും. എന്നിട്ട് നമ്മുടെ സെൽ മെംബ്രെയിൻ അഥവാ പ്ലാസ്മ മെംബ്രെയിന്റെ കാര്യം നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നല്ലോ അല്ലെ, ഈ പ്ലാസ്മ മെംബ്രെയിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് കയറി ഇങ്ങ് വരിക ചെയ്യുന്നത്. കേട്ടോ, ഇത്ര ഓക്കെ ആയല്ലോ? ഹലോ, കേക്കാവോ അനൂപ്? ആ, കേക്കാന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് നോക്കാനുള്ള നമ്മുടെ സസ്യങ്ങളുടെ കോശങ്ങളിലേക്ക് എങ്ങനെയാണ് ഈ വസ്തുക്കൾ പ്രവേശിക്കുന്നതെന്നാണ്. അപ്പൊ ആദ്യമേ തന്നെ നമ്മുടെ സസ്യകോശങ്ങളുടെ പ്രത്യേകത ആദ്യം പറഞ്ഞായിരുന്നല്ലോ, കോശഭിത്തിയുണ്ട് അല്ലെ, സെൽവോൾ ഉണ്ട്. അപ്പൊ ഈ സെൽവോളിന്റെ ഇടയിൽ ഗ്യാപ്പുകളുണ്ട്. അപ്പൊ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ ഇതിനകത്ത് നമുക്ക് ടെസ്റ്റിൽ തന്നെ കാണാമല്ലോ, ഇത് കണ്ടില്ലേ, ഈ ഗ്യാപ്പിന്റെ ഇടയിൽ കൂടെ തന്നെ കോശത്തിനകത്തേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഈ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മാറ്റ എന്ന പാതകളിലൂടെ, കണ്ടില്ലേ, പ്ലാസ്മോഡെസ്മാറ്റ കണ്ടില്ലേ? അപ്പൊ ഈ ഗ്യാപ്പുകൾ കണ്ടോ? അപ്പൊ ഈ ഗ്യാപ്പുകളിൽ കൂടെ ഈ നമ്മുടെ എന്താണ് പദാർത്ഥങ്ങൾ കയറുന്നുണ്ട്. പിന്നെന്താണ്, ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്ഥലത്തിൽ കൂടെ, അതായത് ഡയറക്റ്റ് രണ്ട് കോണ്ടാക്ട് ഇരിക്കുന്ന കോശത്തില്, ഒരു കോശത്തിൽ നിന്നും മറ്റൊരു കോശത്തിലേക്ക് ഡയറക്റ്റ്
സെൽ മെമ്പറൈനിൽ കൂടെ തന്നെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. സസ്യങ്ങളിൽ 3 വിധത്തിൽ പോകുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ള എന്താണ്, ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ ദ്രവം, എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ആന്തര പരിസ്ഥിതിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ഇന്റേണൽ എൻവയോൺമെന്റ് ഈ എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ്. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ എന്താണ്, കോശഭിത്തിയും അതിലെ ഘടകങ്ങളും, പിന്നെന്താണ്, കോശങ്ങൾക്കിടയിലെ ദ്രവവും അതിനിടയിൽ തന്നെയുള്ള വായു അറകളും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹോമിയോസ്റ്റാസിസ്, അതായത് ആന്തര സമസ്ഥിതി പരിപാലനം. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലെ, ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ മെറ്റാബോളിസം കറക്റ്റ് ആയിട്ട് നടക്കുന്നതിന് ഈ ആന്തര സമസ്ഥിതി, ഹോമിയോസ്റ്റാസിസ് അത് ഒരേ സ്റ്റേബിൾ ആയിട്ട് നിലനിർത്തണം. അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ എന്താണ്, ഈ ഫങ്ഷൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് നടക്കത്തില്ല, ഭീഷണിയാവും. എങ്ങനെയാണ് ആ മെക്കാനിസം, എങ്ങനെയാണ് ഈ കോശത്തിലോട്ട് ഓരോ പദാർത്ഥങ്ങള് ഈ സ്ഥലം വഴി കയറി പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിന്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു പടം കണ്ടില്ലേ, ഇത് നമ്മുടെ കോശസ്ഥലമാണ്. ഇതെന്ന് പറഞ്ഞാൽ ലിപ്പിഡ് ആണ്. ലിപ്പിഡ് അതായത് കൊഴുപ്പ്. നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ കൊഴുപ്പ്. ആ കൊഴുപ്പും കൊണ്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത്. ബൈലിപ്പിഡ് ലെയർ എന്ന് പറയും ഇതിന്. അതായത് ഈ കാണുന്നത് കണ്ടല്ലേ, ഈ ഇങ്ങനെ ഓരോ ബോൾസ് പോലെ അവിടുന്ന് 2 ലൈൻ ഇങ്ങനെ താഴോട്ട് പോയേക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ബൈലിപ്പിഡ് ലെയറാ. ഇതിനിടെ നമ്മൾ ഈ കാണുന്ന ഈ ഗ്യാപ്പുകൾ കണ്ടില്ലേ, ഈ ഗ്യാപ്പ് ഒക്കെ എന്താണ്, ഇത് പ്രോട്ടീൻസ് ആണ്. ഇതൊക്കെ പ്രോട്ടീൻസാ. പക്ഷെ ഇത് എന്താണ്, ഗേറ്റ് വേ പോലെ പ്രവർത്തിക്കുന്ന പ്രോട്ടീൻസ് ആണ് ഇത്. ഓപ്പണിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാനുള്ളത്, ഈ എല്ലാ സാധനങ്ങളും ഈ ഗേറ്റ് വേ, ഈ പ്രോട്ടീൻ വഴി കയറിപ്പോവോ? അതായത് ചുമ്മാ ആര് വന്നാലും അങ്ങനെ കയറ്റി വിടുവോ കോശം? ഇല്ലില്ല. ഇല്ല. ആവശ്യമുള്ളവരെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ കേട്ടോ. ആവശ്യമുള്ളവരെ മാത്രമേ ഇത് കയറ്റി വിടത്തുള്ളൂ നമ്മുടെ കോശസ്ഥലം. അപ്പൊ അങ്ങനെ ആവശ്യമുള്ളത് ആരൊക്കെയാ? ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ വെളിയിലോട്ട് കളയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ ജലം, ഓക്സിജൻ, പിന്നെന്താ മിനറൽസ്, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാ കോശത്തിന്. അപ്പൊ ഇതെല്ലാം കയറി പോകാൻ വേണ്ടി നമ്മുടെ ഈ ഒരു പ്രോട്ടീൻ സഹായിക്കും. ഇവിടെ ഗ്യാപ്പ് കണ്ടില്ലേ. അപ്പൊ നമ്മള് ഈ പ്ലാസ്മ സ്ഥലത്തെ തന്നെ വരണധാരി സ്ഥലം എന്ന് പറയാം. അതായത് സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും? കാരണം ആവശ്യമുള്ളതിനെ മാത്രമേ അതിൽ കൂടെ കയറ്റി വിടത്തുള്ളവര്. അതുകൊണ്ടാണ് അങ്ങനെ സെലക്ടീവ്ലി പെർമിയബിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ കോശസ്ഥലത്തിനെ തന്നെ നമുക്ക് സെലക്ടീവ്ലി പെർമിയബിൾ മെമ്പറൈൻ എന്ന് പറയാം. പിന്നെന്താണ്, സെൽ മെമ്പറൈൻ എന്ന് പറയാം, പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയാം. അപ്പൊ ഇതെല്ലാം തന്നെ എന്താ, അത് തന്നെ ഒരു കാര്യത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പ്ലാസ്മ സ്ഥലത്തിലൂടെ ജലതന്മാത്രകൾ എങ്ങനെയായിരിക്കും കടന്നു പോകുന്നത്? അത് അവിടുത്തെ ഗാഢത അനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അതായത് ഇപ്പോ കൂടുതൽ വെള്ളം ഉള്ളിടത്ത് നിന്ന് കുറവ് വെള്ളം ഉള്ളിടത്തോട്ടായിരിക്കും ഈ വെള്ളത്തിന്റെ മൂവ്മെന്റ് സംഭവിക്കുന്നത്. ഇപ്പൊ ഈ കോശത്തിനകത്ത് വെള്ളം കുറവായിരിക്കും എന്ന് വെച്ചോ. കോശത്തിനകത്ത് വെള്ളം കുറവായിരിക്കുന്ന സമയത്ത് ഇതിന്റെ ബാഹ്യ പരിസ്ഥിതിയിൽ വെള്ളം കൂടുതലാണെങ്കിൽ, ജലം കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ വെളിയിലുള്ള ജലം അകത്തോട്ട് കയറും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓസ്മോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓസ്മോസിസ് എന്ന് പറയുന്നത് ജലത്തിന്റെ നീക്കം എവിടെ നിന്ന് എങ്ങോട്ട്, ഗാഢത കൂടിയിടത്ത്. പറഞ്ഞോളൂ. കോൺസെൻട്രേഷൻ കൂടിയിടത്തുനിന്ന് കുറഞ്ഞിടത്തോട്ട്. അതാണ് ഗാഢത കൂടിയിടത്ത് നിന്ന് ഗാഢത കുറഞ്ഞിടത്തോട്ട് പോകുന്നതാണ് ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത്. അത് പക്ഷെ നമ്മൾ കോശത്തിന്റെ കാര്യം പറയുവാണ്ട് എവിടെ കൂടായി പോകുന്നത്, നമ്മുടെ മെംബ്രെയിനിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തായി പോകുന്നത്. സെലക്ടീവ്ലി പെർമിയബിൾ മെംബ്രെയിനിന്റെ ഉള്ളിൽ കൂടെ ആയി പോകുന്നത്. അതേസമയം ഗ്യാസിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ പറയുന്നതെങ്കിലോ ഇതേ കാര്യം തന്നെ, കോൺസെൻട്രേഷൻ കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ട് പോകുന്ന കാര്യമാണ് പറയുന്നത്. ഗ്യാസിന്റെ കാര്യം നമ്മൾ പറയുന്നെങ്കിൽ എന്ത് പറയാൻ പറ്റും? അതിന് ഡിഫ്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ, ഡിഫ്യൂഷൻ. അപ്പൊ നമുക്കിവിടെ കാണാം, ഈ ഓക്സിജൻ കണ്ടില്ലേ, ഇവിടെ ഇപ്പൊ ഓക്സിജൻ കൂടുതലല്ല. കണ്ടോ, ഈ ഗ്യാപ്പിൽ കൂടെ ഈ ഓക്സിജൻ കണ്ടോ കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ട് പോയി. ഇനി ഇവിടെ ഇപ്പൊ ഇക്വിലിബ്രിയം ആയി, കണ്ടില്ലേ.
ഏകദേശം ഒരേ എണ്ണമായി ഇവിടെ. അപ്പൊ ഇനിയിപ്പോ മൂവ്മെന്റ് സംഭവിച്ചാലും ഇവിടുന്ന് ഇങ്ങോട്ട് പോയാല് ഇവിടുന്ന് ഇങ്ങോട്ടും വരും, ഈക്വൽ ആയിരിക്കും, ഇക്വലിബ്രിയം ആയി. അപ്പൊ നമുക്ക് ഈ ഡിഫ്യൂഷന്റെ വേറൊരു എന്താണ് തരമാണ് നമുക്ക് നോക്കാനുള്ളത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയും. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അപ്പൊ ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ നമുക്ക് എങ്ങനെയാണ് ഈ മൂവ്മെന്റ് സാധ്യമാവുന്നത്? എങ്ങനെയാണ് പദാർത്ഥങ്ങളുടെ മൂവ്മെന്റ്? ഇവിടെ ഇപ്പൊ നമുക്ക് ഗ്ലൂക്കോസിന്റെ ഉദാഹരണമാണ് കൊടുത്തേക്കുന്നത്. ഗ്ലൂക്കോസിന്റെ അവിടെ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നല്ലോ, ഗ്യാപ്പ് ഉള്ള പ്രോട്ടീൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അല്ലെ, ഗേറ്റ് വേ പോലുള്ള പ്രോട്ടീൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. വാഹക പ്രോട്ടീൻ അഥവാ കാരിയർ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. പിന്നെന്താണ് ചാനൽ പ്രോട്ടീൻ. ഇതല്ലേ ഒരു ഓവുചാല് പോലെ ഉണ്ടല്ലേ, ചാനൽ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ഈ വാഹക പ്രോട്ടീൻ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിനകത്ത് കണ്ടില്ലേ ഒരു ഷേപ്പ് കണ്ടില്ലേ, കറക്റ്റ് ഒരു ഷേപ്പ് ഉണ്ട് അല്ലെ. ഈ ഗ്ലൂക്കോസിന്റെ മോളിക്യൂൾസിനെ ഇതിനകത്തോട്ട് എടുക്കാൻ തക്ക ഒരു ഷേപ്പ് ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻ എന്തോ ചെയ്യുന്നതെന്നറിയോ, ഈ അപ്പുറത്ത് കിടക്കുന്ന ഗാഢത കൂടിയിടത്ത് നിന്നുള്ള ഗ്ലൂക്കോസ് തരികളെ ഇതിന്റെ ആ ഒരു ഷേപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പിനുള്ളിലേക്ക് ഓരോന്നോരോന്നായിട്ട് കയറ്റി ഇങ്ങോട്ട് തുറന്നു വിടുക ചെയ്യുന്നത്. അതാണ് കാരിയർ പ്രോട്ടീൻ, എടുത്ത് ഇങ്ങോട്ട് വിടുക. അതാണ് വാഹക പ്രോട്ടീൻ ചെയ്യുന്നത്. പക്ഷെ അതേസമയം ചാനൽ പ്രോട്ടീൻ ചെയ്യുന്ന എന്താണ്? ചാനൽ പ്രോട്ടീൻ അതാണെങ്കിൽ ഇങ്ങനെ തുറന്നിരിക്കുക, ഓൾറെഡി തുറന്നിരിക്കുക. അത് ചിലപ്പം ആ തുറന്ന അതിന്റെ വീതി ചിലപ്പം കൂട്ടും. അപ്പൊ എന്താണ്, കൂടുതൽ ആ ഗാഢത കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ട് ആ മൂവ്മെന്റ് നടക്കും. അതാണ് നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ പറയുന്നത്. അപ്പൊ ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദ്യമായിട്ടൊക്കെ വരാം. ഏതൊക്കെ പ്രോട്ടീൻസ് ഉണ്ട്? അപ്പം വാഹക പ്രോട്ടീൻ അല്ലെങ്കിൽ കാരിയർ പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെന്താണ് ചാനൽ പ്രോട്ടീൻസ് ഉണ്ട്. അത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷന്റെ കാര്യമാണ്. അപ്പൊ ഒരു കാര്യം നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത്, ഇവിടെ ഊർജത്തിന്റെ ആവശ്യം വന്നിട്ടുണ്ടോ? ഹലോ, ഇല്ല, മറ്റേ കേസിൽ ഇല്ലല്ലോ. അതെ, ഇവിടെ ഊർജത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഇനി നമുക്ക് ഊർജത്തിന്റെ ആവശ്യമുള്ള ഒരു ട്രാൻസ്പോർട്ട് മെത്തേഡും കൂടെ നോക്കണം. അതിന് നമ്മൾ പറയുന്ന ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നാണ് കേട്ടോ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ അവിടെ എന്താണ്, ഒരു പ്രോട്ടീൻ ഉണ്ട് അല്ലേ, ഒരു വാഹക പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ അതൊരു പമ്പ് പോലെ ആക്ട് ചെയ്യുക. അവിടെ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും അവിടെ ഉള്ള മൂവ്മെന്റ്? ഗാഢത കൂടിയിടത്ത് നിന്ന് പക്ഷെ ഇവിടെ അല്ലല്ല, ഇവിടെ തിരിഞ്ഞുപോയി, തിരിച്ചു വന്നു. കുറഞ്ഞിടത്ത് നിന്ന് കൂടിയിടത്തോട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന്റെ എനർജി വേണ്ട. അതാണ് പമ്പാണ് ശരിക്കും. ആ പ്രോട്ടീന് ഒരു പമ്പ് തന്നെയാണ്. നമ്മൾ മോട്ടർ അടിച്ച് വെള്ളം എടുക്കത്തില്ലേ, അപ്പൊ അതേപോലെ തന്നെ കുറഞ്ഞിടത്ത് നിന്ന് നമ്മൾ വാട്ടർ ടാങ്കിലോട്ട് വെള്ളം അടിക്കുമ്പോൾ കിണറ്റിലെ വെള്ളം ഇങ്ങനെ കുറയുമല്ലോ, അത് ഓർത്താൽ മതി. അപ്പൊ കുറഞ്ഞിടത്ത് നിന്ന് കൂടിയിടത്തോട്ട് ടാങ്കിലെ വെള്ളം കൂടുകയും ചെയ്യും. അതേ കണക്കെയാണ് ഈ പമ്പ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ രണ്ട് ഈ മൂവ്മെന്റിലും, ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലും നമുക്ക് പ്രോട്ടീനിന്റെ ആവശ്യമുണ്ട്. വ്യത്യാസം വരുന്നത് എനർജിയുടെ കാര്യത്തിലാണ്. ഓക്കെ. അപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഫോട്ടോസിന്തസിസ് ആണ്, പ്രകാശ സംശ്ലേഷണം. ഈ ഫോട്ടോസിന്തസിസ് ആരൊക്കെ ചെയ്യും? ആർക്ക് ചെയ്യാൻ സാധിക്കും ഫോട്ടോസിന്തസിസ്? ഹരിതകമുള്ള സസ്യങ്ങൾ. അതെ, അതാണ് ഹരിതകമുള്ള സസ്യങ്ങൾ. അപ്പൊ സസ്യങ്ങൾ മാത്രമല്ല, വേറെയൊക്കെ നമ്മൾ പച്ചനിറം കാണുന്നുണ്ട് അല്ലേ? അതെ, അതെ. ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ സയാനോ ബാക്ടീരിയ, അതിനകത്തും ഉണ്ട് ഹരിതകം. പക്ഷെ അതൊരു ബ്ലൂ റേഞ്ചിലാണ് ഇരിക്കുന്നത് അല്ലെ, തീർത്തും പച്ചയല്ല, പക്ഷെ ഒരു ബ്ലൂയിഷ് ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പുതുവെള്ളം, ഈ പുതിയ മഴ പെയ്യുമ്പോ അല്ലെങ്കിൽ ഈ കുളങ്ങളിലൊക്കെ കാണത്തില്ലേ, നല്ല നീല നിറത്തി കിടക്കും. അത് ഈ സയാനോ ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് ശരിക്കും. അപ്പൊ അതുള്ള വെള്ളം നല്ല പ്യുവർ വെള്ളമാണ് കേട്ടോ. അതൊക്കെ വളരുന്ന വെള്ളം, ഈ അഴുക്കൊന്നും കാണത്തില്ല അതിനകത്തപ്പോ. അപ്പൊ പിന്നെന്താണ്, പായലുകളുണ്ട് അല്ലെ, പലതരം പായലുകളുണ്ട്. ഇതെല്ലാം തന്നെ എന്താ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ പറ്റും ഈ ഹരിതകം ഉള്ളതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ ഹരിതകം ഇല്ലാത്ത ചെടികളും ഉണ്ടല്ലോ, നമ്മൾ ഈ വീട്ടിലൊക്കെ വളർത്തത്തില്ലേ, ഈ പല നിറമുള്ള അതെ, ക്രോട്ടൺ പ്ലാന്റ്സ്. അത് തന്നെ, അതിനകത്ത് ഈ ഹരിതകം ഇല്ല, എന്നിട്ടും അവര് ജീവിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും?
അത് കാരണം ഈ ഹരിതകം എന്ന് പറയുന്നത് ക്ലോറോഫിൽ എ ആണ്. ക്ലോറോഫിൽ പല ടൈപ്പ് ഉണ്ട്, സാന്തോഫിൽ ഉണ്ട് അല്ലേ? ആ. മഞ്ഞ നിറം കരോട്ടിൻ, ഓറഞ്ച് ഓറഞ്ച്, അതെ അതെ അതെ. അപ്പൊ ഇതെല്ലാം ഉണ്ട് അവിടെ. ആന്തോസയാനിൻ. ആന്തോസയാൻ, അതെ ചുവപ്പുള്ള അതെ അതെ ആന്തോസയാൻ. അതെ, ഇതെല്ലാം തന്നെ ഉണ്ട്. അപ്പൊ അതുണ്ടെങ്കിലും പറ്റും. പക്ഷെ ഭയങ്കരമായിട്ട് ഈ സൺലൈറ്റ് അബ്സോർബ് ചെയ്ത് എനർജി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ഹരിതകം എന്ന് പറഞ്ഞാല് ഹരിതകം എ, അതായത് ഈ പച്ച ഇതാണ്. ഏ. മറ്റേത് അത്ര എഫിഷ്യന്റ് അല്ല. അതേസമയം ഈ ചെടികളുടെ ഇലയുണ്ടല്ലോ, പ്രായമായി വീഴാറാവുമ്പോ ഹരിതകം തന്നെ അത് ഇല്ലാതാവും അല്ലെ? എന്നിട്ട് മഞ്ഞയാവും, മഞ്ഞ നിറം, സാന്തോഫിനാവും, ഓറഞ്ച് ആവും അല്ലെ, കരോട്ടിനൊക്കെ. പിന്നെ റെഡ് ആവും അല്ലെ, ആന്തോസയാനാവും. അപ്പൊ എല്ലാം ഉണ്ട് അതിനകത്ത്. അതാണ് ഗ്രീൻ ആണെങ്കിലും ഗ്രീൻ കൂടുതലാന്നേ ഉള്ളൂ ഇതിനകത്ത് ഇപ്പം യങ് ലീവ്സിലൊക്കെ. അപ്പോ നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാല് ഈ ഫോട്ടോസിന്തസിസിന് സഹായിക്കുന്ന ക്ലോറോഫില് ഏത് ഒരു ഓർഗനല്ലയിലാണ്, കോശാംഗത്തിലാണ് ഇരിക്കുന്നതെന്ന് അറിയാമോ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും, ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റ്. അതെ, ക്ലോറോപ്ലാസ്റ്റ്. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളില് കണ്ടോ ഈ ഇഡലി പോലെ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നുണ്ടോ? കുറെ ഇഡലി ഇങ്ങനെ അടുക്കി വെച്ചേക്കുക, കാണാൻ പറ്റുന്നുണ്ടോ? കോയിൻസ് പോലെ. കോയിൻസ് പോലെ. അപ്പൊ ഈ കോയിൻസ് ഈ ഒരു അടുക്ക് ഇത്രയും ഒരു 10 എണ്ണം ഇങ്ങനെ അടുക്കി വെച്ചപ്പം അതിന് നമ്മൾ വിളിക്കുന്നതാണ് ഗ്രാന എന്ന് പറയുന്നത്. ഗ്രാന എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ അതിൽ ഒരു കോയിൻ, ഒരു ഇഡലി എന്ന് പറയുന്നത് തൈലാക്കോയിഡ് എന്നാ പറയുന്നത്, ഒറ്റ ഒരെണ്ണം. ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നത്, ഈ ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് എന്ത്, സ്ട്രോമാ ലാമെല്ല എന്ന് പറയും. ഇടയിൽ കണക്ഷൻസ് ഉണ്ടല്ലേ? അതെ. ഇനി ഇതെല്ലാം കൂടെ മുക്കി വെച്ചേക്കുക, ഒരു ലിക്വിഡ് മീഡിയത്തിൽ മുക്കി വെച്ചേക്കുക. അതാണ് എന്ത്, നമ്മുടെ സ്ട്രോമ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടന. മെയിനായിട്ട് അപ്പൊ എന്തൊക്കെയുണ്ട്? തൈലാക്കോയിഡ് എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഗ്രാനയുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രോമ ലാമെല്ലയുണ്ട്. പിന്നെ ലിക്വിഡ് സ്ട്രോമയുണ്ട്. അതാണ്. അപ്പൊ ഇനി അത് സ്റ്റേറ്റ്മെന്റ് വന്നാൽ നമുക്ക് എഴുതാം, സുഖമായിട്ട് എഴുതാം. അപ്പൊ ഇതെങ്ങനെ ഇനി പ്രവർത്തിക്കുന്നത്? നമ്മുടെ ഈ സൂര്യപ്രകാശം നമുക്കറിയാം, സൂര്യപ്രകാശം വേണമെന്ന് നമുക്കറിയാം. എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് അപ്പൊ അറിയണം, സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യുവാന്ന്. അപ്പൊ ഈ പ്രകാശ സംശ്ലേഷണത്തിന് ഫോട്ടോസിന്തസിസിന് 2 ഘട്ടമുണ്ട്. അതിന് നമുക്ക് പ്രകാശഘട്ടമെന്നും ഇരുണ്ട ഘട്ടമെന്നും തരംതിരിക്കാം. അതായത് ലൈറ്റ് ഫേസും ഡാർക്ക് ഫേസും. അപ്പൊ ഈ പ്രകാശഘട്ടത്തിൽ എന്ത് നടക്കുന്നത്? ഗ്രാനയിലാണ് നടക്കുന്നത്. ഏത്, നമ്മൾ പറഞ്ഞില്ലായിരുന്നു, കോയിൻസിന്റെ അടുക്കിലാണ് നടക്കുന്നത്. അപ്പൊ പ്രകാശം വേണം. അപ്പൊ അറിയാവേ, രാവിലെ നടക്കത്തുള്ളൂ. അവിടെ നമ്മുടെ ഈ ചെടികൾ വലിച്ചെടുത്ത, വേര് വഴി വലിച്ചെടുത്ത വെള്ളവും അതെടുത്തിട്ട് എന്ത് ചെയ്യും? വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? ജലത്തിന്റെ H2O. അപ്പൊ അത് സ്വാഭാവികമായിട്ട് എന്തായിട്ട് മാറ്റും അതിനെ? ഹൈഡ്രജനും ഓക്സിജനും. അപ്പോൾ ഈ ഓക്സിജനാണ് നമ്മൾ രാവിലെ ഈ ശ്വസിക്കുന്നത്. ചെടികൾ ശ്വസിക്കുന്നത് ശരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ഓക്സിജൻ ആണോ? ഒരു ചോദ്യം. ഓക്സിജൻ തന്നെയാണ് കേട്ടോ. അവര് ആഹാരം ഉണ്ടാക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന അതേ ഉള്ളൂ. അല്ല, ശരിക്കും അവരും ജീവനുള്ള എല്ലാം അല്ല, ചില ബാക്ടീരിയകളുണ്ട് അല്ലെ, വായു ഒന്നും വേണ്ട അതിന്. അപ്പം അല്ലാത്ത എല്ലാ ജീവനുള്ള ജന്തുക്കളും, ജീവവർഗങ്ങളും ഓക്സിജനാണ് റെസ്പിറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജന്, ഓക്സിജൻ ശരി വെളിയിലോട്ട് പോകും. ഏത് വഴിയാ പോകുന്നത്? ഈ ഇലകൾക്ക് സ്റ്റൊമാറ്റ. അതെ, ആസിരന്ധ്രങ്ങൾ എന്ന് പറയാം. ആസിരന്ധ്രങ്ങൾ, സ്റ്റൊമാറ്റ, അത് തന്നെ. ഈ സ്റ്റൊമാറ്റൽ പോറ്, അതായത് ഈ സ്റ്റൊമാറ്റയുടെ ആ ദ്വാരം ഓപ്പണിങ്ങും ക്ലോസിങ്ങും നിയന്ത്രിക്കുന്ന ഏത് കോശങ്ങളാണെന്ന് അറിയാവോ? അല്ല, ഗാർഡ് സെൽസ് എന്ന് കേട്ടില്ലേ? ഗാർഡ് സെല്ലുകള്, ഗാർഡ് സെൽസ് എന്നാണ് ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, ഗാർഡ് സെൽസ്. അപ്പൊ ഈ ഗാർഡ് സെല്ലുകള് ആണ് ഈ ദ്വാരങ്ങള്, സ്റ്റൊമാറ്റയുടെ ദ്വാരങ്ങള് അടയ്ക്കുകയും തുറക്കുകയും നിയന്ത്രിക്കുന്നത്. അപ്പോ നമ്മുടെ ഈ ഹൈഡ്രജനെ വെളിയിൽ കളയുന്നില്ല. ഹൈഡ്രജനെ എന്തോ ചെയ്യുന്നറിയോ? നേരെ നമ്മുടെ ലിക്വിഡിലോട്ട് വിടും, സ്ട്രോമയിലോട്ട്. അപ്പോ ഈ സൺലൈറ്റ് നമ്മൾ പറഞ്ഞു, ഇതുവരെ അതിന്റെ കാര്യം പറഞ്ഞില്ല. ഈ സൺലൈറ്റ് വലിച്ചെടുത്തത് ശരിക്കും എന്തിനാണെന്നറിയോ? അവിടെ ഈ സൺലൈറ്റിന്റെ ലൈറ്റ് എനർജിയെ എന്തുമായിട്ട് മാറ്റും?
അറിയാലോ, എനർജി ക്യാൻ നെയ്തർ ബി കെമിക്കൽ എനർജി ആക്കി മാറ്റും. കെമിക്കൽ എനർജി ആയിട്ട് മാറ്റും. ആ കെമിക്കൽ എനർജിയാണ് എ ടി പി. എ ടി പിയുടെ ഫുൾ ഫോം അറിയാവോ? അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ. അപ്പോൾ ഇനി സംഭവിക്കുന്നത് എന്താണ്? ഇരുണ്ട ഘട്ടം. ഈ ഇരുണ്ട ഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ രാത്രി നടക്കുന്നതെന്നൊന്നും ഇല്ല, സ്ട്രോമേ നടക്കുന്നതേ ഉള്ളു സംഭവം. പക്ഷെ സ്വാഭാവികമായിട്ടും ഇരുട്ടത്ത് തന്നെയാണ് ഈ ഘട്ടം നടക്കുന്നത്. അപ്പം ആ സമയത്ത് കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്തോ സൺലൈറ്റ് ഉപയോഗിക്കുന്നില്ല. സൺലൈറ്റിനെ നമ്മൾ കെമിക്കൽ ആക്കി വെച്ചേക്കുക. നമ്മള് ഇപ്പൊ പെട്രോളിയം ഗ്യാസ് നമ്മൾ LPG ആക്കി വെച്ചേക്കുവല്ലയോ, അതേ കണക്ക് വെച്ചേക്കുവാ ഇപ്പം. ആ സോളാർ എനർജിയെ നമ്മൾ കെമിക്കൽ എനർജി ആക്കി ATP ആക്കി വെച്ചേക്കുക. അപ്പോ ഈ ഘട്ടത്തിൽ എന്താണ്? ഈ ഹൈഡ്രജനെ എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. അതുകൊണ്ട് രാത്രി നമ്മൾ ഈ ഇലക്കറികളൊന്നും നമ്മൾ എടുക്കില്ലെന്ന് പറയത്തില്ലേ. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അപ്പൊ ആ സമയത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ആ സമയത്ത് എന്ത് ചെയ്യും? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും രാത്രി ചെടി വെക്കരുതെന്ന് പറയും. അതെ. അപ്പൊ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കും. അറിയാം, ഗ്ലൂക്കോസിന്റെ ഇക്വേഷൻ എന്താണ്? C6H12O6. അപ്പൊ നോക്കിയേ, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് ആയി. അപ്പൊ ഈ ഇരുണ്ട ഘട്ടം, ഡാർക്ക് ഫേസ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ആളാണ് ആര്? ഈ മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന ഇയാള്. അപ്പൊ അയാൾക്ക് 1961 രസാന്തരത്തില് കെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയതാണ്. അതും ചിലപ്പം കാൽവിൻ സൈക്കിള്, മെൽവിൻ കാൽവിൻ പേര്. അപ്പൊ നമ്മുടെ ഈ ഗ്ലൂക്കോസ് നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു അല്ലെ, ഗ്ലൂക്കോസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇത് ഒത്തിരിയും നേരം നമുക്ക് വെക്കാൻ പറ്റുമോ? ലയിച്ചു പോകും വെള്ളത്തില്. ലയിച്ചു പോകും. അതുകൊണ്ടാണ് ഇതിനെ പല രൂപത്തിലാക്കി മാറ്റും ചെടികള് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി. ശരിക്കും ചെടികൾ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള ഇതായിട്ടാ, അല്ലെങ്കിൽ അതിന് ക്ഷാമകാലത്ത് അതിനെ വലിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഇതായിട്ടാണ് ചെടികൾ സൂക്ഷിക്കുന്നത് അല്ലെ. അപ്പൊ സ്റ്റാർച്ച് അന്നജമായിട്ട് സൂക്ഷിക്കുന്ന അപ്പൊ ഏത് രൂപത്തിലാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, നെല്ല് കണ്ടോ, നമ്മുടെ നമ്മൾ ഈ കഴിക്കുന്ന നെല്ല്, ഗോതമ്പ്, ഇതൊക്കെ അതാ അന്നജമാ. വേറൊരു രൂപമാണ് എന്ത്? നമ്മുടെ സ്റ്റാർച്ചിന്റെ ഒരു രൂപമാണ് എന്ത്? ഇത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അല്ലെ, മധുരക്കിഴങ്ങ്, കപ്പ, കാച്ചില്, മരച്ചീനി. അതെ, ഇതെല്ലാം തന്നെ ഈ സ്റ്റാർച്ചിന്റെ തന്നെ പല രൂപമാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഫ്രക്ടോസ് പറഞ്ഞിരുന്നു. ഫ്രക്ടോസ് എന്തുവായിരുന്നു? പഴങ്ങളിലെ, അതെ, ഫ്രൂട്ട്സിനകത്ത്. അതെ, നമ്മുടെ തേൻ പോലിരിക്കുന്ന ചക്കപ്പഴം ഒക്കെ ഉണ്ട് അല്ലെ, അതെല്ലാം ഫ്രക്ടോസാ. ഫ്രക്ടോസിന്റെ അളവ് ഒത്തിരി കൂടിയോണ്ടാ അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ സൂക്രോസ് നമ്മുടെ കരിമ്പ് ചെടി മാത്രമേ കാണത്തുള്ളൂ കേട്ടോ, സൂക്രോസ്. ഓക്കെ. അപ്പൊ ഈ അന്നജത്തിന്റെ മാത്രം കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അന്നജമായിട്ട് മാത്രമല്ല, കൊഴുപ്പായിട്ടും എല്ലാം മാറ്റുന്നുണ്ടല്ലേ. കൊഴുപ്പായിട്ട് വെക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഓയിലായിട്ട് വെക്കുന്നത്. അപ്പൊ നമ്മുടെ ഓയിൽ സീഡുകൾ, മസ്റ്റാർഡ്, എള്ള്, നമ്മുടെ കോക്കനട്ട്സ്, സൺഫ്ലവർ സീഡ്, ഇതിനകത്തൊക്കെ ഓയിലാണ്. അതെ, ഓയിലാണ് കൂടുതൽ, ലിപ്പിഡാണ് അല്ലെ കൂടുതലായിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രോട്ടീനായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതേതാണ്? പയറുവർഗ്ഗങ്ങള്. പയറുവർഗ്ഗം മൊത്തം പ്രോട്ടീൻ. കടല അല്ലെ, പരിപ്പ്, കപ്പലണ്ടി, നമ്മുടെ നിലക്കടല, എല്ലാം പയറുവർഗ്ഗങ്ങളെല്ലാം തന്നെ പ്രോട്ടീൻ. പിന്നെ വൈറ്റമിൻ ആയിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഈ വൈറ്റമിന് അറിയാലോ നമുക്ക് ഏതൊക്കെയുണ്ട്. ഇത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറയാം, ചുമ്മാ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ. വൈറ്റമിൻ എ ഫ്രൂട്ട്സിനകത്തൊക്കെ ഉണ്ട്. വൈറ്റമിൻ എ അല്ലെ, കണ്ണിന്റെ കാഴ്ചക്ക്. വൈറ്റമിൻ സി ഗം ഹെൽത്തിന്, അല്ലെങ്കിൽ രോഗപ്രതിരോധത്തിന്, അതിനൊക്കെ സഹായിക്കുന്ന. അപ്പൊ ഓക്കെ, ഗ്ലൂക്കോസിനെ പല രൂപത്തിലേക്ക് ചെടികൾ സംഭരിച്ചു വെക്കും. അതാണ് നമുക്ക് ഇത്രയും നോക്കാനുള്ള മെയിൻ ഭാഗങ്ങൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഈ സമുദ്രം, കടലില്. അറിയാലോ, നമ്മുടെ കരയുള്ളതിന് ഇരട്ടിയുണ്ടല്ലേ കടല്. 4/3 ഭാഗവും കടല് തന്നെ ഭൂമിയുടെ. ആ ഒരു ഭാഗത്തിലും എന്തോ മൊത്തം കരയാന്നോ? അല്ല, അവിടെയും എന്താ ഈ വെള്ളം തന്നെ ഐസായിട്ടിരിക്കുക അല്ലേ. അതെ, അവിടെയുണ്ട് ഒരുപാട് ഈ പഴയ കാലത്തെയൊക്കെ വൈറസുകളൊക്കെ ഫ്രീസ് ആയിട്ട് ഇരിപ്പുണ്ട് ഇപ്പോഴും. അതൊക്കെ ഉരുകിയാൽ അത് വെളിച്ചാടും. അപ്പൊ നമ്മുടെ കടലിലെ സോണുകള്, ഈ കടലില്
ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ മുകൾ ഭാഗത്ത് ഇഷ്ടം പോലെ മീനും ഈ നമ്മുടെ പവിഴപ്പുറ്റിന്റെ ഇതും അല്ലെങ്കിൽ കടൽപ്പായലും ഒക്കെ ഒരുപാട് കാണും ഈ മുകൾ ഭാഗത്ത്, ഈ തീരത്തോട് ചേർന്ന് കിടക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അവിടെ സൺലൈറ്റ് കിട്ടുമ്പോ അതിന് ഫോട്ടോസിൻസ് ഒക്കെ നടത്താൻ ആ പറ്റും. അതെ. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ജൈവവൈവിധ്യം കാണും. അപ്പൊ ആ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നയാ, അതായത് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ നമ്മൾ പറയുന്നതാണ് യൂഫോട്ടിക് സോൺ. ഉം. യൂഫോട്ടിക് സോൺ. അപ്പൊ ഇതിന് താഴെ 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ നമ്മൾ പറയുന്നതാണ് ഡിസ്ഫോട്ടിക് സോൺ. അതായത് അവിടെ വെട്ടം ഉണ്ട്, പക്ഷെ വളരെ കുറച്ച് വേവ് ലെങ്തിലേ അവിടെ ചെല്ലുന്നുള്ളൂ. ഉം. അപ്പം സസ്യങ്ങളുണ്ട്, അവിടെയും കാണും. ഏത് ഇങ്ങനെ അഡാപ്റ്റ് ആയത് ഈ ചെറിയ വെട്ടത്തില് അതുങ്ങൾക്ക് പാചകം ചെയ്യാനുള്ള ആ ഒരു കഴിവ് കാണും അവിടെ. അപ്പൊ എഫോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ താഴോട്ട് പോകുമ്പോ ഈ 1000 മീറ്ററിന് താഴെ പിന്നെ ഏറ്റവും കടലിന്റെ അടിത്തട്ട് വരെ എഫോട്ടിക് സോണാ. അപ്പൊ അത് നമുക്ക് പേരിൽ തന്നെ മനസ്സിലായി. പ്രകാശം കിട്ടത്തില്ല. അതെ അതെ, എഫോട്ടിക്. അതായത് ഫോട്ടോ എന്ന് പറയുമ്പോൾ വെട്ടമാണ്, എഫോട്ടിക് എന്ന് പറയുമ്പോൾ പ്രകാശവേഗി ഇല്ലാത്ത സോൺ എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ നമ്മൾ കാണുന്ന ചില മീനുകളൊക്കെയാണ് ഏത്, നമ്മുടെ ആംഗ്ലർ ഫിഷ് ഉണ്ടല്ലോ, ഈ ചൂണ്ട പോലെ ഈ തലയിൽ ഇങ്ങനെ തൂക്കിയിട്ടുകൊണ്ട് കിടക്കുന്നത്. അത് അറിയാവോ? മനസ്സിലായില്ല. അത് പിന്നെ നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ടേ ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി, ആംഗ്ലർ ഫിഷ് എന്ന് നോക്കണം. ആംഗ്ലർ. അപ്പൊ ഈ മീനിന്റെ തലയിൽ ബയോലൂമിനിസെന്റ് ആയിട്ട് ഒരു ബൾബ് പോലെ ഒരു ഭാഗമുണ്ട്. അപ്പൊ ഈ കൂരി ഇരുട്ടില് വേറെ അറിയാലോ വെട്ടമൊന്നുമില്ല അവിടെ. അപ്പൊ ഇതിന്റെ ഈ ഒരു ഇത് ഇങ്ങനെ ലൈറ്റ് പോലെ കത്തിച്ചുകൊണ്ട് കിടക്കും. അപ്പൊ വേറെ ചെറിയ മീനുകളൊക്കെ ഇതെന്തോ ഇരയാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വെട്ടം കാണിക്കുമ്പോൾ മീനുകൾ വരും. അങ്ങനെ മീൻ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് നമ്മുടെ നാട്ടില്, ഈ വെട്ടം കാണിച്ചിട്ട് രാത്രിയില്. അപ്പൊ അതേ കണക്ക് തന്നെ ഈ മീന്, അതുകൊണ്ട് ആംഗ്ലർ എന്ന് പറയുന്നത്, ചൂണ്ടക്കാരൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. വേറെ കുഞ്ഞു മീനുകൾ വരും ഇതിനെ കഴിക്കാൻ വേണ്ടി, ഇത് നോക്കി നിൽക്കും ഈ വെട്ടം, അപ്പോഴത്തേക്കും ഇതങ്ങ് പിടിച്ചു തിന്നും. അപ്പൊ ഈ മീനുകള് ഈ ഇടയ്ക്ക് കുറച്ച് കറണ്ട് ആയിട്ട് പറയാം, ഈ മീനുകള് ഈ ആംഗ്ലർ ഫിഷ് ഈ കടലിന്റെ മൂളി വന്ന് കുറെ എണ്ണം ചത്തുപോയായിരുന്നു ഇടയ്ക്ക്. എന്തോ ഈ ഇടയ്ക്ക് എർത്തുകയൊക്കെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. അത് തന്നെ. അപ്പൊ ഭൂമിയുടെ അടിയിൽ എന്തോ മാറ്റം വന്നുകൊണ്ടാണ് അത്. ശരിക്കും ഈ മീനുകൾക്ക് മുകളിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇതിന്റെ ശരീരം ഡിസൈൻ ചെയ്തേക്കുന്നത് തന്നെ അത്രയും പ്രഷറിൽ ജീവിക്കാൻ വേണ്ടിയാ. അറിയാലോ, കടലിന്റെ താഴോട്ട് പോകുമ്പോൾ അത് ഈയിടെ ഒരു PSC ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഒരു എക്സാമിന്, സ്വിം സ്യൂട്ട് ധരിക്കുന്ന എന്തിനാണ്, എനിക്കൊന്ന് ഫയർമാൻ ചോദിച്ചായിരുന്നു അല്ലേ ഓയക്ക് അതെ. അത് ഇതിനെ ബേസ് ചെയ്താണ്. പ്രഷറിന് അത്രയും പ്രഷർ താങ്ങാൻ ഉള്ള കെൽപ്പുള്ള മീനാണത്. പക്ഷെ അത് മുകളിലോട്ട് വരുമ്പോൾ ഇതിന്റെ ശരീരം അപ്പം ഓർത്ത് നോക്കണം, അതങ്ങ് വീർത്ത് വരും. അതാ സംഭവിക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, ആംഗ്ലർ ഫിഷിന്റെ മെയിലും ഫീമെയിലും അറിയാലോ. താഴെ അത് ഈ മെയിലും ഫീമെയിലും കാണുന്ന കാര്യം തന്നെ ഭയങ്കര. അപ്പൊ ഒരു മെയില് ഫീമെയിലെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെയിൽ ഈ ഫീമെയിലുമായിട്ട് ഫ്യൂസ് ചെയ്യും, അതിന്റെ ശരീരമായിട്ട് ചേർന്നിട്ട് പിന്നെ അതിന്റെ ആകെയുള്ള മുട്ടയിടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അതാ ശരീരം മൊത്തം ഈ ഫീമെയിലിന്റെ ബോഡിയിലോട്ട് അലിഞ്ഞ് ചേരുക. അതൊരു ഫാക്റ്റ്, അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇത് പറഞ്ഞു വന്നപ്പോ. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയുടെ അടിത്തട്ടില്, അത് കടലിന്റെ അടിത്തട്ടില് അവിടെ പ്രകാശമില്ല. അപ്പൊ അവിടെ ഉള്ള ജന്തുക്കള്, ബാക്ടീരിയകളൊക്കെ എങ്ങനെയായിരിക്കും ഈ ആഹാരം ഉണ്ടാക്കുന്നത്? കീമോസിന്തസിസ് ആണ് കേട്ടോ, രാസസംശ്ലേഷണം. അത് മാത്രമല്ല, ഈ കടലിന്റെ അടിയിൽ നല്ല ഈ വോൾക്കാനോ ഉണ്ട്, ഏത് നമ്മുടെ അഗ്നിപർവ്വതങ്ങളെ, അതിന്റെ ചൂടും കിട്ടും. അപ്പൊ അതുകൊണ്ട് കേട്ടോ, ആ ഒരു ചൂട് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട്. അപ്പൊ അത്രയുമാണ് കേട്ടോ നമുക്ക് ഈ 3 സോണ്, അതായത് യൂഫോട്ടിക്, ഡിസ്ഫോട്ടിക്, എഫോട്ടിക്, ഈ 3 സോണുമാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. പിന്നെന്താണ് നമ്മുടെ വാണിജ്യപരമായിട്ടുള്ള ചെടികളുടെ പ്രാധാന്യം. അതെന്ന് പറയുമ്പോൾ എന്തോ റബ്ബർ, ലാറ്റക്സ്, റബ്ബർ കിട്ടും. പിന്നെ സ്പൈസുകള്, നമ്മുടെ ഔഷധ ചെടികള്, പിന്നെന്താണ് കീടനാശിനികൾ അല്ലെ, വേപ്പില കഷായം, പിന്നെന്താണ് ഈ വെളുത്തുള്ളി ചതച്ചിടുക, പിന്നെ പാനീയങ്ങള്, ചായയും കാപ്പിയും, അതൊക്കെയാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ള കണ്ടൽക്കാടിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാട്. ഈ കണ്ടൽക്കാടിന്റെ ഈ പ്രത്യേക ഈയിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ,
നമ്മുടെ കണ്ടൽക്കാട് നമ്മുടെ കേരള ഗവൺമെന്റ് എന്തുവരുന്നത് അതിന്റെ ആൻസർ ആശ്രാമമാണ്. ആശ്രാമം കണ്ടൽക്കാട് ആൻസർ. ജൈവ പൈതൃക മ്യൂസിയം, ജൈവ പൈതൃക കേന്ദ്രം. അതെ. ആ ഒരു ക്വസ്റ്റ്യന് അതൊക്കെ നമ്മൾ കണ്ടോ. അപ്പൊ ഈ SCRT ബേസ് കേരളത്തിലെ ചെയ്ത് ആദ്യത്തെ ജൈവ പൈതൃക കേന്ദ്രം എന്ന് പറയും. അതെ റെക്കഗ്നൈസ് ചെയ്ത് ഏതാണെന്ന് പറഞ്ഞത്. പക്ഷെ എന്റെ തെറ്റിപ്പോയി കേട്ടോ. നമ്മളതൊന്നും ഓർത്തില്ല. ഈ ആശ്രമം ഉണ്ടെന്ന് അങ്ങനെ കണ്ടല്ലോ. കണ്ടൽ മ്യൂസിയം കൊയിലാണ്ടി. ഇത് ആശ്രാമം കൊല്ലം. പൈതൃക കേന്ദ്രം പൈതൃക കേന്ദ്രം ആശ്രാമം. അപ്പം നമ്മുടെ SCRT ബേസ് ചെയ്ത് തന്നെ വന്നതാ. പക്ഷെ ഇവര് വേറെ കാര്യം ചോദിച്ചത് അതാണ്. കണ്ടൽക്കാടിനെ കുറിച്ച് നമ്മുടെ ടെസ്റ്റിലുണ്ട്. അപ്പോ പിന്നെ നമുക്ക് എന്താണ് നോക്കാൻ, അതിന്റെ പ്രാധാന്യം അറിയാലോ. മത്സ്യസമ്പത്ത്, ഒത്തിരിയും മീനുകളും കൊഞ്ചും ഞണ്ടും ഒക്കെ പോയി താമസിക്കുന്ന സ്ഥലമാണ് ഇത്. ഇതിന്റെ പേരുകളുടെ പ്രത്യേകത അറിയാലോ. താഴേന്ന് മുകളിലോട്ടാ വളരുന്നത്. അതെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇഷ്ടംപോലെ ഇങ്ങനെ ജന്തുക്കൾ മുട്ടയിട്ട് വിരിഞ്ഞ് ഇറങ്ങുന്ന ആ ഒരു ജൈവവൈവിധ്യം സംരക്ഷിക്കുന്ന ഇതാണ്. പിന്നെ തീരദേശത്തെ മണ്ണ് സംരക്ഷിക്കുന്നു, സുനാമിയെ തടയുന്നു. അതും വലിയൊരു ഫീച്ചർ ആയിരുന്നു. അതെ. അപ്പൊ ഇതിന്റെ എല്ലാം പ്രാധാന്യം നോക്കിയ ആളാണ് ഈ കല്ലൻ പൊക്കുടൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ എന്താണ് ഒരു എന്ത് പ്രവർത്തകൻ എന്ന് പറയുന്നേ, പരിസ്ഥിതി പ്രവർത്തകൻ. അത് തന്നെ, പരിസ്ഥിതി പ്രവർത്തകന്. അപ്പോ പുള്ളിയുടെ ഇത് ചിലപ്പോ ചോദിക്കാം, കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. അത് കാണുമ്പോഴേ അത്യാവശ്യം ഇതറിയാം. PSC നോക്കുന്നവർക്ക് അറിയാമല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്റർ. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഓക്കെ ആയില്ലേ ഇന്നത്തെ? ഹലോ സാറിന് ബയോളജി മാത്രമല്ല പഠിപ്പിച്ചേ? ഇന്ന് ബയോളജി മാത്രമേ ഉള്ളായിരുന്നു. ഓരോ ദിവസം നമ്മൾ ഓരോ ചാപ്റ്റർ കവർ ചെയ്ത് അങ്ങ് പോവോ. SCRT മൊത്തം കവർ ചെയ്യാനാണ് നമ്മുടെ ഒരു പ്ലാന്. അപ്പോൾ റിവൈസ് ചെയ്യണോ ഒന്ന് എളുപ്പം? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ എന്താണ്, ബയോമോളിക്യൂൾസ് ആണ് അല്ലെ. ബയോമോളിക്യൂൾസ് നമ്മുടെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ബയോമോളിക്യൂൾസ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ പഠിച്ചത്? കാർബോഹൈഡ്രേറ്റ് പഠിച്ചു, ലിപ്പിഡ് പഠിച്ചു, പ്രോട്ടീൻ പഠിച്ചു, ന്യൂക്ലിക് ആസിഡ് പഠിച്ചു. അപ്പൊ ഇതിന്റെ പല വെറൈറ്റികൾ നമ്മൾ പഠിച്ചല്ലേ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, അങ്ങനെ. പിന്നെ സെല്ലോസ്, പിന്നെ ലിപ്പിഡ്, പലതരം കൊഴുപ്പ്, എണ്ണ, പിന്നെ പ്രോട്ടീൻ, ആന്റിബോഡി, ഹോർമോൺ, എൻസൈം, പിന്നെ ന്യൂക്ലിക് ആസിഡ്, അത് DNA ആണ്. അതും നമ്മൾ പഠിച്ചു. പിന്നെ പലതരം കോശങ്ങളെ കുറിച്ച് പഠിച്ചല്ലേ, എവിടെയൊക്കെ കാണുന്നത്. പിന്നെ മെറ്റാബോളിസത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. അനാബോളിസം, കാറ്റാബോളിസം. അനാബോളിസം എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കുന്നു, കാറ്റാബോളിസം എന്ന് പറയുമ്പോൾ പീഡിപ്പിക്കുന്നു. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? എൻസൈം, ഹോർമോൺ. എൻസൈം നമ്മുടെ ശരീരത്തെ നടക്കുന്ന ഓരോ കെമിക്കൽ പ്രോസസ്സിന്റെ സ്പീഡ് കൂട്ടുന്നു, അതേസമയം ഹോർമോണോ നിയന്ത്രിക്കുന്നു. അപ്പൊ അതും പഠിച്ചു. എക്സാമ്പിൾ നമ്മൾ നോക്കിയായിരുന്നല്ലേ. പിന്നെ എന്തായിരുന്നു? അമീബ എങ്ങനെയാണ് ആഹാരം എടുക്കുക? അത് ചോദ്യമൊന്നും വരാൻ സാധ്യത. അതെ കപടപാദങ്ങൾ ഉപയോഗിച്ചിട്ട്, സ്യൂഡോപോഡി ഉപയോഗിച്ച്. പിന്നെന്താണ്? ജന്തുക്കളുടെ ഈ കോശങ്ങളുടെ ഇടയിൽ ഒരു ദ്രവം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ, അതിൽ കൂടെ വന്നിട്ടാണ് ഈ കോശസ്തരത്തിലോട്ട് കയറുന്നത്. പിന്നെ സസ്യങ്ങളിലാണെങ്കിൽ 3 തരത്തിൽ പ്രവേശിക്കും, അതും നമ്മൾ പറഞ്ഞു. പിന്നെന്താണ്? നമ്മള് ഡിഫ്യൂഷൻ പറഞ്ഞു, ഓസ്മോസിസ് പറഞ്ഞു. ഇതെന്താണ്? ഇത് രണ്ടും ഗാഢത കൂടിയിടത്ത് നിന്ന് കുറഞ്ഞിടത്തോട്ട് പോകുന്നതാണ് ഈ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്. ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ഈ ഒത്തിരി നമ്മൾ ഉപ്പുവെള്ളത്തിലൊക്കെ ഇടുമ്പോൾ ചുരുങ്ങി പോവല്ലോ കോശങ്ങള്. അപ്പൊ ചുരുങ്ങുന്നതെന്ന് പറയുമ്പോൾ ഈ സെൽ വോളിൽ നിന്ന് ഈ കോശസ്തരം, സെൽ മെമ്പറൈൻ ഇങ്ങനെ വിട്ട് ഒരു ചെറിയ രൂപത്തിൽ, നമ്മളിപ്പോ ഈ പടം കാണുന്നുണ്ടോ ഈ ടെക്സ്റ്റില്, അതിന് അപ്പൊ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്ലാസ്മോളിസിസ് എന്നാണ് പറയുന്നത് കേട്ടോ, ആ ചുരുങ്ങുന്ന ആ ഒരു പ്രോസസ്സിന്. അപ്പോ സെൽമോൾ അതേപോലെ തന്നെ ഇരിക്കുക, കോശഭിത്തി അതുപോലെ ഇരിക്കുക, അതിനൊരു മാറ്റവും വരത്തില്ല. പക്ഷേ ഇതിൽ ഈ നമ്മുടെ കോശസ്തരത്തില് ഈ അതിനകത്തുണ്ടായിരുന്ന കോശദ്രവ്യത്തിലുണ്ടായിരുന്ന ജലാംശം എല്ലാം വെളിയിലോട്ട് ഇറങ്ങിപ്പോയി, പുറത്തോട്ട് പോയി. അതുകൊണ്ടാണ് അത് ചുരുങ്ങിപ്പോയത്. അത് പ്ലാസ്മോളിസിസ് എന്ന് പറയേ. പിന്നെ നമ്മൾ എന്തായിരുന്നു? പ്ലാസ്മോളിസിസ്. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്? ഈ ഓക്സിജന്റെ ഒഴുക്ക്, ഡിഫ്യൂഷന്റെ കാര്യം തന്നെ നോക്കി. പിന്നെ ഡിഫ്യൂഷന്റെ വേറെ വെറൈറ്റി, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. അവിടെ എന്തായിരുന്നു? 2 തരം പ്രോട്ടീനെ കുറിച്ച് പഠിച്ചു. അതെ, വാഹക പ്രോട്ടീനും ചാനൽ പ്രോട്ടീനും. പിന്നെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പഠിച്ചു. അത്
ഒരു പ്രോട്ടീൻ ഉണ്ട്, പക്ഷെ അത് ഒരു പമ്പ് പോലെ ആക്ട് ചെയ്തിട്ട് എവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു? കുറഞ്ഞിടത്ത് നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ളടത്തുനിന്ന് കുറവുള്ളിടത്ത് നിന്ന് കൂടിയിടത്തോട്ട് പോകും. കൂടിയിടത്തോട്ടായിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ ക്ലോറോപ്ലാസ്റ്റ് പഠിച്ചു അല്ലേ? ഫോട്ടോസിന്തസിസ് പഠിച്ചു. ഫോട്ടോസിന്തസിസ്, അപ്പൊ അതിന്റെ പല പാർട്സ് നമ്മൾ പഠിച്ചു. തൈലാക്കോയിഡ്, ഗ്രാന, പിന്നെ സ്ട്രോമ, ലാമിന. സ്ട്രോമ, ലാമിന. ഓക്കെ. അപ്പൊ അത് പഠിച്ചു. നമ്മൾ ഫോട്ടോസിന്തസിസ് 2 ഘട്ടം പഠിച്ചു. അപ്പൊ പ്രകാശഘട്ടത്തിൽ മെയിൻ ആയിട്ട് എന്താ ഉണ്ടാകുന്നേ? ഓക്സിജനും ഹൈഡ്രജനും ഫോം ചെയ്യും, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട്. പിന്നെ ATP ഉണ്ടാവും മെയിൻ ആയിട്ട്. ഇനി നമ്മുടെ ഇരുണ്ട ഘട്ടം ഡാർക്ക് ഫേസ്, മെയിൻ ഇത് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് തന്നെ. അപ്പൊ അത് നമ്മൾ നോക്കി, കാൽവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് അലിഞ്ഞു പോകുന്നു. 963 എന്നല്ലേ പറഞ്ഞേ? നോബലോ 61 ആണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് ഗ്ലൂക്കോസ് പെട്ടെന്ന് നശിച്ചു പോകുന്നതുകൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ പല ഫോമിലാക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം നമ്മൾ നോക്കി അല്ലെ? കിഴങ്ങ് വർഗ്ഗങ്ങള്, പഴങ്ങള്, കരിമ്പ്, ഈ തേങ്ങ, അങ്ങനെ പല ഇതും പറഞ്ഞു. പയറ് വർഗ്ഗങ്ങള്. പിന്നെ നമ്മളെ സമുദ്രത്തിന്റെ കാര്യം പറഞ്ഞു. U40K, F40K, DIS40K. അപ്പൊ 200, അതെ, അപ്പൊ 200 മീറ്റർ വരെയാണ് U40K. 200 മുതൽ 1000 വരെ DIS40K. പിന്നെ മൂന്നാമത്തെ സോണ് F40, ഒട്ടുമേ ഇല്ല. 1000 മുതൽ താഴോട്ട് F40K, ഒന്നുമില്ല വെട്ട. അവിടെ ഉള്ളത് കീമോസിന്തസിസ്. ഈ സൾഫർ ബാക്ടീരിയ ഒക്കെ നടത്തുന്നതല്ലയോ? കീമോസിന്തസിസ്. ഈ ലാവയ്ക്കകത്ത് ജീവിക്കുന്ന ബാക്ടീരിയകളുണ്ട്. അങ്ങനെ എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കുന്ന ഇതുണ്ട്. ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് അത് പെടുത്തിയേക്കുന്നത്. അതായത് ഭൂമി രൂപീകരിക്കപ്പെട്ട സമയത്ത് ഭൂമി ആദ്യം ചുട്ടുപഴുത്ത് കിടക്കുമായിരുന്നല്ലോ, ഉരുകി കിടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കൊടും തണുപ്പായിരുന്നു, ഫുള്ള് ഐസേജ് ആയിട്ട് കിടക്കുമായിരുന്നു. ആ സമയത്തെല്ലാം ജീവിച്ചിരുന്ന ബാക്ടീരിയയാണ് ഈ ആർക്കെ ബാക്ടീരിയ. നമ്മുടെ ഈ നമ്മൾ ഇതുണ്ടല്ലോ ഗീസറിനകത്തൊക്കെ ഇതുണ്ട്, ഈ ബാക്ടീരിയകളുണ്ട്. അപ്പൊ ഓർത്തോണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസിലൊക്കെ ജീവിക്കുന്ന ഇത്. അതുമല്ല, കടലിന്റെ അടിത്തട്ട് എന്ന് പറയുമ്പോൾ അത്രയും പ്രഷറിലും കൂടാ ജീവിക്കുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ള എന്തായിരുന്നു? സസ്യങ്ങളുടെ പ്രാധാന്യം. അതിപ്പോ വലിയ വരാനൊന്നും ചാൻസ് ഒന്നുമില്ല. പിന്നെ കണ്ടൽക്കാട്, അത് വരാതിരിക്കാം. ഈയിടെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു. അതാണ് നൈറ്റ് വാച്ച്മാൻ, പിയൂൺ, എനിക്ക് തോന്നുന്നു കേരള ബാങ്കിന്റെ. അതിന് ഇതിൽ നിന്നൊക്കെ കുറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് 1-2 ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മുടെ ഇതിൽ നിന്നുണ്ടായിരുന്നു. എല്ലാം സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു ചോദിച്ചത്. അപ്പൊ ഹൈ കട്ട് ഓഫ്, അത് പോട്ടെ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താണ്? കല്ലേൻ പൂക്കുടനെ കുറിച്ച് പറഞ്ഞല്ലേ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പോ ഓക്കെ അല്ലേ ഇന്നത്തെ? സദാ ക്ലാസ് ഉണ്ടോ? നമുക്ക് ഡെയിലി ചെയ്യാനാ. ഈ ലിങ്കിൽ അങ്ങ് കയറിയാ മതി. ഓക്കെ എന്നാ താങ്ക് യു. ഓക്കെ താങ്ക് യു. ഓക്കെ.